അപ്പം ഹായ് ഗൈസ്, നമ്മുടെ കൂടെ വീണ്ടും സെബാസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഫിസിക്സിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈമാണ്. ഇപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ്ങും കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടും തോന്നിയ ഒരു ടോപ്പിക്കാണ്. ഈവൻ ഇപ്പം തന്നെ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ പറയാ, എല്ലാം അങ്ങോട്ട് സ്ട്രെയിറ്റ് ആവണില്ല. അപ്പം സെബാസ്റ്റ്യനെ വിളിക്കാം എന്ന് വിചാരിച്ചു. സെബാസ്റ്റ്യൻ്റെ അടുത്ത് എത്തി. അപ്പം സെബാസ്റ്റ്യൻ എങ്ങനെയാണ് അപ്പം ടൈമിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ മൊത്തം യൂണിവേഴ്സ് ഇങ്ങനെ പോവാണ് ടൈമിലേക്ക് കൂടി. ഇപ്പം ഒരു മൊമെന്റ് അടുത്ത മൊമെന്റ്, യൂണിവേഴ്സിന്റെ അടുത്ത മൊമെന്റ്, അങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ ടൈമിനെ പറ്റി എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ളത്. ന്യൂട്ടന്റെ ടൈം വരെ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പൊ പിന്നെയാണ് ഐൻസ്റ്റൈൻ വരുന്നത്. ഐൻസ്റ്റൈൻ വന്നിട്ട് എന്താണ് ചെയ്തത്? ടൈം ഇപ്പോഴും ശരിക്കും കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാത്തതായിട്ടുള്ള ഒരു കാര്യമാണ്. യു ക്യാൻ സേ ഇറ്റ്സ് വൺ ഓഫ് ദ മിസ്റ്ററീസ് ഓഫ് ഫിസിക്സ്. പക്ഷെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്കിന്ന് അറിയാം. എക്സാക്ട്ലി അത് എന്താണെന്ന് അറിയില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്കിന്ന് അറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം നമ്മൾ റിലേറ്റിവിറ്റി ഐൻസ്റ്റൈനിലേക്ക് പോകുന്നത്. കാരണം ടൈമിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ തിയറി എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. റിലേറ്റിവിറ്റി തന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്. അതിൽ നമുക്ക് ആദ്യം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് ഐഡിയയെ കുറിച്ച് പറയാം. അതെന്താണ് ടൈമിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്ന കാര്യം ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ റിലേറ്റിവിറ്റി, ടൈം ആൻഡ് എൻട്രോപ്പി. കാരണം മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫോക്കസ് ടൈം ആണെന്ന് പറഞ്ഞു. ടൈമിന്റെ ഒരു സൈഡ് പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. ടൈം എന്താണെന്ന്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. അതുപോലെ ടൈമിന് വേറൊരു ആസ്പെക്ട് ഉണ്ട്, അത് ടൈമിന് ഒരു ഡയറക്ഷനാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക്, പാസ്റ്റ് കഴിഞ്ഞു പോയതും ഫ്യൂച്ചർ വരാനിരിക്കുന്നതും, അങ്ങനെ ഒരു ഡയറക്ഷനാലിറ്റി സമയത്തിനുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതാണ് എൻട്രോപ്പി. ടൈമിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം റിലേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ടമെന്റലി ടൈമിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് അതിന്റെ ഡയറക്ഷനാലിറ്റി വരുന്നത് എവിടെ നിന്നാണ് എന്ന കാര്യം നോക്കാം. അപ്പൊ ടൈം എന്താണെന്ന് മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് റിലേറ്റിവിറ്റിയും ഈ എൻട്രോപ്പി, ഈ രണ്ട് കോൺസെപ്റ്റും ആവശ്യമാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം, പക്ഷെ മുഴുവനായിട്ട് നമുക്ക് അറിയില്ല. അതാണ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഫണ്ടമെന്റലി അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റിലേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. റിലേറ്റിവിറ്റി നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റിവിറ്റിയുടെ രണ്ട് പോസ്റ്റുലേറ്റ്സ് വെച്ചാണ്. അതായത് ബേസിക് ഈ രണ്ട് കാര്യങ്ങൾ ശരിയാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എവറിത്തിങ് എൽസ് ഫോളോസ് ഫ്രോം ഇറ്റ്. അപ്പൊ അതിൽ ആദ്യത്തേത് റിലേറ്റിവിറ്റി പോസ്റ്റുലേറ്റ് ആണ്. ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ ദ സെയിം ഇൻ എവറി ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിം. അപ്പൊ അതിലുള്ള ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഇത് പറയുന്നത് ഫിസിക്സിലെ നിയമങ്ങളുടെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള സിമെട്രിയെ കുറിച്ചാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഔട്ടർ സ്പേസിലാണെന്ന് കരുതുക. ഏതെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നൊക്കെ വളരെ അകലെ ഔട്ടർ സ്പേസിലാണെന്ന് കരുതുക. ഓക്കെ, ഔട്ടർ സ്പേസിൽ നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റിലാണ്. നമുക്ക് പുറമേ എന്നുള്ള ഇൻഫർമേഷൻ ഒന്നും ആക്സസിബിൾ അല്ല. അതിൻ്റെ ഉള്ളിൽ നടത്താവുന്ന എക്സ്പെരിമെന്റ്സേ ഉള്ളൂ. അപ്പൊ ഇതിൽ പറയുന്ന ആദ്യത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് നമ്മൾ ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് നടത്തുന്ന ഏതൊരു എക്സ്പെരിമെന്റ് വഴിയും നമ്മൾ ആക്ച്വലി മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വി കനോട്ട് ഡിറ്റർമിൻ വെദർ വി ആർ മൂവിങ് ഓർ നോട്ട് എന്നുള്ളതാണ്. ഏത് സ്പേസ്ഷിപ്പിൽ പോയി നടത്തുന്ന എക്സ്പെരിമെന്റും എർത്തിൽ നടത്തുന്ന എക്സ്പെരിമെന്റും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കോണ്ടെക്സ്റ്റിലില്ല. ഗ്രാവിറ്റിയുടെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഔട്ടർ സ്പേസിലേക്ക് കൊണ്ടുപോയത്. തൽക്കാലം നമ്മൾ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുന്നില്ല, ഗ്രാവിറ്റി ഒഴിവാക്കിയിട്ടുള്ള സിസ്റ്റമാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു ട്രെയിനിലെ കാര്യം ഇമാജിൻ ചെയ്യുകയാണെങ്കിലും ട്രെയിനിൽ നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിന്റെ ഷട്ടറൊക്കെ അടച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരം ട്രെയിനാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള അപ്പാരറ്റസ് അവിടെ ഉണ്ട്. ഏത് തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് വേണമെങ്കിലും നടത്തി നോക്കാവുന്ന അപ്പാരറ്റസ് ഉണ്ട്. വേണമെങ്കിൽ സിമ്പിൾ പെൻഡിൽ എടുത്ത് നോക്കാം, അതിന്റെ പീരിയഡ് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ ഒബ്സർവ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നടത്തുന്ന ഏതൊരു എക്സ്പെരിമെന്റ് വഴിയോ ഒബ്സർവേഷൻ വഴിയോ ട്രെയിൻ ആക്ച്വലി നീങ്ങുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആക്സിലറേഷൻ ഇല്ലെങ്കിൽ. ഈ ആർഗ്യുമെന്റ്
ഈ റിലേറ്റിവിറ്റി പോസ്റ്റുലേറ്റ് ആക്ച്വലി ഐൻസ്റ്റൈന് മുൻപ് തന്നെ വന്നിട്ടുണ്ട്. ഗലീലിയോ ആണിത് ആദ്യമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. അപ്പൊ ഗലീലിയോയുടെ റൈറ്റിംഗ് നല്ല രസമാണ് ഇതിനെക്കുറിച്ച്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു ഷിപ്പ് ഇമാജിൻ ചെയ്യാനാണ്. സാൽവിയാറ്റിസ് ഷിപ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ചെയ്യണം. ഷിപ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു പൂന്തോട്ടമുണ്ട്, പലതരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്, പൂമ്പാറ്റകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കടലാസും പേനയുണ്ട്, നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ഷിപ്പിന് വേറെ എന്താണ് ആക്സലറേഷൻ ഒന്നും ഇല്ലെങ്കിൽ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിന്റെ ഉള്ളിൽ നടത്തുന്ന എക്സ്പെരിമെന്റ്സ്, ഷിപ്പിന്റെ ഉള്ളിലുള്ള ലോകം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി നമ്മുടെ വീടിന് മുമ്പിലുള്ള പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സിമെട്രിയാണ്, ഫിസിക്സിലെ നിയമങ്ങളുടെ ഒരു സിമെട്രി ആണെന്ന് പറയും. ഈ ഫിസിക്സിലെ നിയമങ്ങൾ ഇവിടെയാണെങ്കിലും സെയിം ആണ്, കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിന്റെ ഉള്ളിലാണെങ്കിലും സെയിം ആണെന്നുള്ളത്. ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഫിസിക്സ് എക്സ്പെരിമെന്റ്സ് വഴി ഇത് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതാണ് ആദ്യത്തെ പോസ്റ്റുലേറ്റ്. അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. നമ്മൾ ട്രെയിനിലൊക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ മനസ്സിലാവും. ഇടയ്ക്ക് എണീക്കുകയാണെങ്കിൽ ട്രെയിൻ ആക്ച്വലി നിർത്തിയിട്ടിരിക്കുകയാണോ നീങ്ങുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. രാത്രി പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ അതിന്റെ ഐഡിയ ആക്ച്വലി മൂവ്മെന്റ് അല്ലെങ്കിൽ മോഷൻ എന്ന് പറയുന്ന അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് റിലേറ്റീവ് ആണ്. മൂവ്മെന്റ് ഇസ് ഓൾവേസ് റിലേറ്റീവ് ടു സംതിങ് എൽസ് എന്നുള്ളതാണ്. ഈ പോസ്റ്റുലേറ്റ് കുഴപ്പമില്ല, അതെല്ലാവർക്കും പരിചയമുള്ള, നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആണ് കുറച്ചുകൂടെ പ്രശ്നമായിട്ടുള്ളത്. അത് പറയുന്നത്, അത് ആക്ച്വലി ലൈറ്റിന്റെ സ്പീഡിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റുലേറ്റ് ആണ്. ലൈറ്റ്, പ്രകാശം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, അതിന്റെ വേഗതയെ കുറിച്ചുള്ള ഒരു പോസ്റ്റുലേറ്റ് ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ ലൈറ്റിന്റെ വേഗത എന്ന് പറയുമ്പോൾ വാക്വത്തിലുള്ള ലൈറ്റിന്റെ വേഗതയെ കുറിച്ചാണ് പറയുന്നത്. അതൊന്ന് ഓർമ്മിച്ചാണ്. നമ്മൾ എല്ലാ സമയത്തും സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറയില്ല. പക്ഷെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാക്വത്തിലുള്ള പ്രകാശത്തിന്റെ വേഗതയെ കുറിച്ചാണ്. ഈ പോസ്റ്റുലേറ്റ് പറയുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അത് റഫായിട്ട് വേഗം പറയാം, അതിന്റെ എക്സാക്റ്റിലേക്ക് പോകണ്ട. അതായത് പ്രകാശത്തിന്റെ വേഗത, വാക്വത്തിലുള്ള പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഏതൊരു ഒബ്സർവറിനെ സംബന്ധിച്ചും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഇത് നമുക്ക് ഈ രീതിയിൽ നോക്കാം. അതായത് നമ്മൾ രണ്ട് ട്രെയിൻസ് ഉണ്ടെന്ന് കരുതുക. ഒരെണ്ണം വി എന്നുള്ള സ്പീഡിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഇതിന് പാരലായിട്ട് വേറെ ട്രെയിൻ ഉണ്ട്, ഇതും വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യാണ്. അപ്പൊ വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ചാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് ഈ രണ്ട് ട്രെയിനും വി എന്നുള്ള സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ട്രെയിൻ എ, ട്രെയിൻ ബി എന്ന് വിളിക്കാം. ട്രെയിൻ എ അപേക്ഷിച്ച് ട്രെയിൻ ബിയുടെ സ്പീഡ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ആണ്. ട്രെയിൻ എ അപേക്ഷിച്ച് ട്രെയിൻ ബി നീങ്ങുന്നില്ല. നമ്മളിപ്പോ ട്രെയിൻ എയുടെ ഇവിടെ വിൻഡോയുടെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ട്രെയിൻ ബിയുടെ വിൻഡോയുടെ ഇവിടെ വേറെ ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാം, അവർ പരസ്പരം അകന്നു പോകുന്നില്ല. കാരണം പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് രണ്ടുപേർ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് ഒരേ സ്പീഡ് അല്ല, വേറെ, അതായത് നമ്മൾ ആക്ച്വലി ട്രെയിൻ എ അപേക്ഷിച്ചുള്ള ട്രെയിൻ ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ചുള്ള ഇവരുടെ സ്പീഡ്സിന്റെ ഡിഫറൻസ് ആണ്, അല്ലെ? ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ട്രെയിൻ ബിയുടെ സ്പീഡ് V1 എന്നും ട്രെയിൻ 2ന്റെ സ്പീഡ് V2, അല്ലെ ട്രെയിൻ എയുടെ സ്പീഡ് V2 എന്നാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് V2 എന്നുള്ളത് V1-നേക്കാളും കുറവാണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇതേ ചോദ്യം ചോദിക്കാം. ട്രെയിൻ എ അപേക്ഷിച്ച്, അതായത് ട്രെയിനിലുള്ള ഒബ്സർവർ ട്രെയിൻ ബിയുടെ സ്പീഡ് മെഷർ ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? നമുക്ക് ഇൻറ്റ്യൂറ്റീവ്ലി മനസ്സിലാവുന്ന കാര്യം ഇത് V1 മൈനസ് V2 ആയിരിക്കണം എന്നുള്ളതാണ്. അതെ, ഓക്കെ, ശരിയല്ലേ? അത് ക്ലിയർ ആണ്, അത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. ക്ലിയർ ആണ്, വേണ്ട, ആവശ്യമില്ല. അപ്പൊ ഈ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡിന്റെ കാര്യത്തിൽ, വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡിന്റെ കാര്യത്തിൽ ഇത് ശരിയല്ല എന്നുള്ളതാണ്. ആക്ച്വലി ഒരിടത്തും ശരിയല്ല, പക്ഷെ ഇൻറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ശരിയല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ പോസ്റ്റുലേറ്റ് പറയുന്നത് നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈറ്റിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഫ്ലാഷ് സ്റ്റാർട്ട് ചെയ്യാണ്. ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്തിട്ടുണ്ട്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഏകദേശം. സോ വിൽ കോൾ ഇറ്റ് as c. ഇനി ഇത് പാരലായിട്ട് അപ്പൊ നമുക്ക് 3 × 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് തന്നെ എടുക്കാം. ഓക്കെ, ഇനി ഇതിന് പാരലായിട്ട് നമ്മൾ ഹൈ സ്പീഡ് റോക്കറ്റും അതേ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ സ്പീഡ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് v ആണെന്ന് കരുതുക. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മുടെ ലാബോറട്ടറി അപേക്ഷിച്ച് ഈ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഈ v എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന റോക്കറ്റിനെ അപേക്ഷിച്ച് ലൈറ്റിന്റെ സ്പീഡ് എന്താണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീസണിങ് അനുസരിച്ച് ഇത് c - v ആയിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്. അതെ,
അപ്പോൾ അങ്ങനെയല്ല എന്നാണ് ഈ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. ഈ റോക്കറ്റിനെ അപേക്ഷിച്ചും ലൈറ്റിന്റെ സ്പീഡ് സി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഏതൊരു ഒബ്സർവറിനെ സംബന്ധിച്ചും ലൈറ്റിന്റെ സ്പീഡ് സി എന്നുള്ള തന്നെയായിരിക്കും, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് ഒരു വിയർഡ്നെസ് വരുന്നത്. എങ്ങനെ? ഇവിടെയാണ് വിയർഡ്നെസ് ഫീൽ ആകാൻ തുടങ്ങുന്നത്. അതെ, ഇത് കുറച്ച് കൗണ്ടർ ഇൻറ്റ്യൂറ്റീവ് ആണ്. അതെ, അപ്പൊ അപ്പൊ ഈ രണ്ട് ലാബ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ലാബും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവര് ഈ ഒരേ ലൈറ്റിന്റെ റേ മെഷർ ചെയ്താലും അവർക്ക് കിട്ടാൻ പോകുന്നത് സ്പീഡ് സി തന്നെ ആയിരിക്കും. എക്സാക്ട്ലി, അതെ, അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ അതായത് ഈ ഫോർമുല അതെങ്ങനെയാണ് എങ്ങനെ അല്ല അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് ആ ഐഡിയ വന്നത്? അത് ചിന്തിക്കാനുള്ള കാരണം? അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് മുഴുവൻ വേണം നമുക്ക് പറയാൻ ശ്രമിക്കാം. ആവശ്യമില്ല പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതെ, ഓക്കെ, പറയാൻ ശ്രമിക്കാം. അപ്പൊ അതായത് അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് തന്നെ പറയാൻ കുറെ ഉണ്ട് ആക്ച്വലി. ഇപ്പൊ ഏകദേശം ഐൻസ്റ്റൈൻ എങ്ങനെയായിരിക്കാം ഈ ഒരു ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ഐൻസ്റ്റൈന്റെ ബയോഗ്രഫിയിൽ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഏകദേശം 17 വയസ്സുള്ളപ്പോൾ ഐൻസ്റ്റൈന്റെ ഒരു ചിന്താ പരീക്ഷണം, ഐൻസ്റ്റൈൻ പല ചിന്താ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തും, ഗെഡാങ്കൻ എന്ന് പറയല്ലേ, തോട്ട് എക്സ്പെരിമെന്റ്. 17 വയസ്സുള്ളപ്പോൾ ഐൻസ്റ്റൈൻ നടത്തിയ ഒരു തോട്ട് എക്സ്പെരിമെന്റിനെ കുറിച്ച് ഇത് ബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. അത് പറയുന്ന കാര്യം, ഈ പ്രകാശത്തിന്റെ ഒരു പ്രകാശ രശ്മിയുടെ പാരലായിട്ട്, ഒരു പ്രകാശ രശ്മിക്ക് സമാന്തരമായിട്ട്, ഒരു ലൈറ്റ് ബീമിന് പാരലായിട്ട് അതേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കാണാൻ കഴിയുക എന്നുള്ളത്. ഇത് ഇവിടെ നമ്മൾ വി എന്നുള്ള സ്പീഡാണ് എടുത്തത്. പക്ഷെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്നുള്ള സ്പീഡിൽ തന്നെ ഈ ലൈറ്റിന് പാരലായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കാണാൻ കഴിയുക എന്നുള്ളത് ഐൻസ്റ്റൈൻ്റെ തോട്ട് എക്സ്പെരിമെന്റിലൂടെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം നമുക്ക് അത് ചിന്തിക്കാനുള്ള കാരണം മനസ്സിലാണെങ്കിൽ ഐൻസ്റ്റൈൻ അന്ന് എന്തൊക്കെ പഠിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതില് നമുക്ക് ആദ്യം ന്യൂട്ടണിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമുക്ക് ന്യൂട്ടൺ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ന്യൂട്ടൺ. ഇപ്പൊ ന്യൂട്ടൺ ലോകത്തെ കുറിച്ച് പറഞ്ഞത് വേൾഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. അപ്പൊ ന്യൂട്ടന്റെ വേൾഡിൽ പാർട്ടിക്കിൾസ് ആണുള്ളത്. ഈ പാർട്ടിക്കിൾസിൽ ചില ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് നമുക്ക് അറിയുകയാണെങ്കിൽ ഇതിന്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാക്കാന്നുള്ളതാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ലോകത്ത് പാർട്ടിക്കിൾസ് മാത്രമല്ല വേറൊരു തരം എൻറ്റിറ്റീസും കൂടെ ഉണ്ട്. ഇതിനെ ഫീൽഡ്സ് എന്നാണ് വിളിച്ചത്. ഫീൽഡ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പൊതുവെ അത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ചും മാഗ്നറ്റ്സ് കൊണ്ട് കുട്ടിക്കാലത്തെങ്കിലും ആൾക്കാർ കളിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഒരേ പോളാണ് അടുത്തേക്ക് കൊണ്ടിരുന്നെങ്കിൽ അത് തമ്മിൽ അത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഒരു റിപ്പൽഷൻ ഉള്ളതായിട്ട് കാണാൻ കഴിയും ഈവൻ ബിഫോർ ടച്ചിങ്. ഇപ്പൊ ന്യൂട്ടന്റെ കാലത്തുള്ള ഫോഴ്സസ് എല്ലാം കോൺടാക്ട് ഫോഴ്സസ് ആണ്. ഒരു പുഷ് അല്ലെങ്കിൽ പുൾ എന്ന് പറയും, കോൺടാക്ട് ഫോഴ്സസ് ആണ്. പക്ഷെ ഇവിടെ ഇത് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഇടയിൽ നമുക്കൊരു റിപ്പൽഷൻ ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്ന കാര്യമാണ് ദർ സംതിങ് ഇൻ ബിറ്റ്വീൻ, എന്നൊരു ഫീലിംഗ് നമുക്കുണ്ട്. ഈ സംതിങ് ആണ് ഫീൽഡ്, ദർ മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാഗ്നറ്റിക് ഫീൽഡ് പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്സ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ജനറലി ഇതിനെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ ഇത് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. മാക്സ്വെൽസ് ഇക്വേഷൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതായത് പാർട്ടിക്കിൾസിന്റെ ഡൈനാമിക്സിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ന്യൂട്ടൺസ് ഇക്വേഷൻ ആണെന്ന പോലെ തന്നെ പാർട്ടിക്കിൾ അല്ലാതെ വേറൊരു തരം എൻറ്റിറ്റിയും കൂടെ ഉണ്ട്, ഫീൽഡ്സ്. ഈ ഫീൽഡ്സിന്റെ ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻസ് നമ്മൾ കുറച്ച് അത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ രീതിയിൽ ഫീൽഡ്സ് ഉണ്ടെങ്കിൽ, ഫീൽഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇറ്റ്സ് സ്പ്രെഡ് ഔട്ട് എവരിവെയർ. ഈ ഫീൽഡിൽ എന്തെങ്കിലും ചെറിയ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഫീൽഡിലൂടെ പ്രോപ്പഗേറ്റ് ചെയ്യും. ഇത് ഒബ്വിയസ് ആണ്. നമ്മൾ വെള്ളത്തിൽ ഒരു കല്ലിടുകയാണെങ്കിൽ അതിൽ വാട്ടർ വേവ്സ് ഉണ്ടാകുന്ന പോലെ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിസ്റ്റർബൻസ് പ്രോപ്പഗേറ്റ് ചെയ്യും. കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് തൊട്ടടുത്ത പോയിന്റിലുള്ള ഡിസ്റ്റർബൻസിന് കാരണം അങ്ങനെ അത് പ്രോപ്പഗേറ്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് എന്താണ്
പടരും. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ഇങ്ങനെ പടരും ഫീൽഡിൽ. എക്സാക്ട്. അപ്പൊ ഈ ഡിസ്റ്റർബൻസിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ. അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടെന്ന് മാത്രമല്ല, ഈ ഇക്വേഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരു പെർട്ടിക്കുലർ സ്പീഡ് ഉണ്ട്. ഈ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്ന ഈ സ്പീഡ് എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഇലക്ട്രോഡൈനാമിക്സ് ഒക്കെ കുറച്ച് പഠിച്ചവർക്ക് അറിയാം, ഒരു ε0 μ0 എന്ന് പറഞ്ഞ രണ്ട് കോൺസ്റ്റന്റ്സ് ഉണ്ട്. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള കാര്യങ്ങളാണ്, പെർമിറ്റിവിറ്റി ആൻഡ് പെർമിയബിലിറ്റി എന്ന് പറയും. അപ്പൊ ഈ സ്പീഡ് ആക്ച്വലി വരുന്നത് ഈ രണ്ട് കോൺസ്റ്റന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ്, 1/√μ0 ε0. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇനി മുൻപ് ലൈറ്റിന്റെ സ്പീഡ് ആക്ച്വലി മെഷർ ചെയ്തിട്ടുണ്ട്. ലൈറ്റിന്റെ സ്പീഡ് ആക്ച്വലി ആൾക്കാർ മെഷർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയാം. സോ ഇതൊരു കോയിൻസിഡൻസ് ആയില്ല. അതുകൊണ്ട് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എന്ന കൺക്ലൂഷനിലേക്ക് മാക്സ്വെൽ എത്തുകയാണ്. അപ്പൊ ഇനി പ്രശ്നമുള്ളത്, അപ്പൊ ഇത് ഈ ഒരു നിയമത്തെ നമുക്ക് ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കാം. ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ്. അതായത് പ്രകാശം പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിനെ ഗവേൺ ചെയ്യുന്ന ഒരു നിയമം. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഈ സ്പീഡിലായിരിക്കും എന്നുള്ളത്. ഈ സ്പീഡിലാണ് പ്രകാശം മൂവ് ചെയ്യുക എന്നുള്ളത്. അതാണ് ലോ ഓഫ്, അതായത് വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ഇതായിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരികയാണ്. കാരണം നമ്മൾ നേരത്തെ തോട്ട് എക്സ്പെരിമെന്റ് പറഞ്ഞല്ലേ, രണ്ട് ട്രെയിൻസ് പോവുകയാണെങ്കിൽ V1 V2 എന്നുള്ള സ്പീഡ്സുള്ള രണ്ട് ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ട്രെയിനെ അപേക്ഷിച്ച് ആദ്യത്തെ ട്രെയിനിന്റെ സ്പീഡ് V1 - V2 ആയിരിക്കും നമ്മൾ പറഞ്ഞു. ഇതേ കാര്യം നമ്മൾ ഈ ലൈറ്റിന്റെ കാര്യത്തിൽ കൊണ്ടുവരികയാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കാര്യത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഒരു ബീം ഓഫ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഈ ബീം ഓഫ് ലൈറ്റിന് പാരലായിട്ട് നമ്മൾ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ആർഗ്യുമെന്റ് അനുസരിച്ച്, ഇത് ഗലീലിയൻ ആർഗ്യുമെന്റ് ആണ്. ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 1 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ സി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന ലൈറ്റിനെ അപേക്ഷിച്ച് വി എന്നുള്ള സ്പീഡിൽ നമ്മൾ ലൈറ്റിന് പാരലായിട്ട് വി എന്നുള്ള സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട സ്പീഡ് C - V ആണ്. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു റിസൾട്ട് ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു റിസൾട്ട് ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ ഇല്ല. ഇലക്ട്രോമാഗ്നറ്റിസത്തിലുള്ള റിസൾട്ട് ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അകത്ത് ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യില്ല. അപ്പൊ ഇവിടെ ഒരു ഡിലെമ വരികയാണ്. നമ്മൾ ന്യൂട്ടന്റെ ഇക്വേഷൻസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ ഗലീലിയൻ വെലോസിറ്റി അഡീഷൻ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗലീലിയൻ വെലോസിറ്റി അഡീഷൻ റൂൾ എന്ന് വിളിക്കാം, അത് ഒബേ ചെയ്യുന്നുണ്ട്. അതേസമയം മാക്സ്വെലിന്റെ ഇക്വേഷനിലേക്ക് വരികയാണെങ്കിൽ അത് ഗലീലിയൻ വെലോസിറ്റി അഡീഷൻ റൂള് ഒബേ ചെയ്യുന്നില്ല. എങ്ങനെ ഒരു കോൺസ്റ്റന്റ് അത് ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആൾക്കാർ ചോദിച്ച ചോദ്യം, നമ്മൾ ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണെന്ന് നമുക്കറിയാം, അത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചോദിച്ച കാര്യം, ശരി, നിങ്ങൾ പറയുന്നുണ്ട് സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ളതാണ്. എന്തിനെ അപേക്ഷിച്ചാണ് ഈ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ്? ആരെ അപേക്ഷിച്ചാണ്? ഏത് ഒബ്സർവറിനെ അപേക്ഷിച്ച്? ഈ ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അപ്പൊ ഇതിന് ഉത്തരം കൊടുക്കാൻ മാക്സ്വെൽ പഴയ ഒരു കോൺസെപ്റ്റ് പൊടി തട്ടി എടുക്കുകയാണ്. അതായത് മുൻപ് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് അന്ന് വിചാരിച്ചിരുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ വേവ് ആണ്, അത് ഏതോ മീഡിയത്തിലുള്ള ഡിസ്റ്റർബൻസസ് ആണെന്നാണ് കരുതിയിരുന്നത്. ഓക്കെ, അപ്പൊ ആ കാലത്ത് ഈ മെക്കാനിക്കൽ മീഡിയം, ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെക്കാനിക്കൽ മീഡിയം ഉണ്ട് എന്ന് പറയുകയും ഇതിനെ ഈഥർ എന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇലക്ട്രോമാഗ്നറ്റിസത്തിന് മുമ്പ് തന്നെ പ്രകാശത്തിന് ഒരു വേവ് നേച്ചർ ഉണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു, ഹൈഗൻസിന്റെ ഒക്കെ സമയത്ത്. അപ്പൊ ആ കാലത്ത് അവർ കരുതിയിരുന്നത് ഈഥർ എന്ന് പറഞ്ഞൊരു മെക്കാനിക്കൽ മീഡിയം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിൽ എല്ലായിടത്തും ഉണ്ട്. ഇതിന്റെ വൈബ്രേഷൻസ് ആയിട്ടാണ് ഈ മീഡിയത്തിന്റെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആണ് ലൈറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ വൈബ്രേഷൻസ് ആയിട്ടാണ് ലൈറ്റ് പ്രോപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ് കരുതിയിരുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് മാക്സ്വെൽ സ്വന്തം തിയറിയിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാണ്. വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ള ചോദ്യത്തിന് മാക്സ്വെൽ പറയുന്ന ഉത്തരം വിത്ത് റെസ്പെക്ട് ടു ഈഥർ. വിത്ത് റെസ്പെക്ട് ടു ഈഥർ എന്നുള്ളതാണ്.
ഓക്കെ. അപ്പം ഈതർ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതെല്ലായിടത്തും ഉള്ള ഒരു സാധനമാണ്. വിത്ത് റെസ്പെക്ട് ടു ഈ ഈതർ ആണ് നമ്മൾ നേരത്തെ ഈ കോൺസ്റ്റന്റ് ഓഫ് ലൈറ്റ്, ഈ ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതെ. അപ്പൊ ഇത് പുതിയൊരു കോൺസെപ്റ്റ് ഓക്കെ അല്ല. മുൻപ് ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാക്സ്വെൽ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഈതർ. അതായത് ഈതർ എന്ന് പറഞ്ഞ ഒരു അബ്സല്യൂട്ട് റെസ്റ്റിലുള്ള ഒരു മീഡിയം എല്ലായിടത്തും ഉണ്ട്. ഈ ഈതറിനെ അപേക്ഷിച്ചുള്ള സ്പീഡാണ് 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത്. ഇതാണ് മാക്സ്വെൽ പറഞ്ഞു വെച്ചത്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, രണ്ട് തരത്തിലുള്ള ഒബ്സർവേഴ്സ് ഉണ്ട്. ഒന്ന് ഈതറിനെ അപേക്ഷിച്ച് റെസ്റ്റിലുള്ള ഒബ്സർവേഴ്സ് ഉണ്ടാവാം, ഈതറിനെ അപേക്ഷിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒബ്സർവേഴ്സ് ഉണ്ടാവാം. അപ്പൊ മാക്സ്വെൽ പറഞ്ഞു വെക്കുന്നത് ഈതറിനെ അപേക്ഷിച്ച് റെസ്റ്റിലുള്ള ഒബ്സർവേഴ്സിന് മാത്രമേ തന്റെ മാക്സ്വെൽസ് ഇക്വേഷൻസ് വാലിഡ് ആയിട്ടുള്ളൂ. ഉദാഹരണത്തിന് ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ്. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻസ് പറയണ്ട, ഈ ഒരു ലോ മാത്രം പറഞ്ഞാൽ ഇതൊരു ലോ ഓഫ് ഫിസിക്സ് ആണ്. ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന നിയമം, ദിസ് ഇസ് കറക്റ്റ് ഓൺലി ഫോർ എ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഒബ്സർവേഴ്സ് ഹു ആർ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഈതർ എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അനങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഈതറിലേക്ക് കൂടി നമ്മൾ അനങ്ങുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡും ചേഞ്ച് ചെയ്യണം നമ്മൾ മെഷർ ചെയ്യുന്നത്. അതെ. പക്ഷെ അത് ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ നിയമത്തിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അതായത് ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ നിയമം എല്ലാ ഒബ്സർവേഴ്സിനും ശരിയല്ല എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഒബ്സർവേഴ്സ്, ഈതറിനെ അപേക്ഷിച്ച് റെസ്റ്റ് ഒബ്സർവേഴ്സിന് മാത്രമേ തന്റെ ഇക്വേഷൻസ് വാലിഡ് ആവുള്ളൂ. എല്ലാ ഒബ്സർവേഴ്സും ഒരുപോലെ അല്ല എന്നുള്ളതാണ് മാക്സ്വെൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായത് നമ്മൾ ആദ്യം പറഞ്ഞ പോസ്റ്റുലേറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ആദ്യം പറഞ്ഞ പോസ്റ്റുലേറ്റ് ഫിസിക്സിലെ നിയമങ്ങൾ എല്ലാ ഫ്രെയിമിലും ഒരുപോലെയാണെന്നാണ്. നമ്മൾ പറഞ്ഞ ഫിസിക്സിൽ ഏത് എക്സ്പെരിമെന്റ് നടത്തിയാലും നമ്മൾ നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് നമുക്ക് ലൈറ്റ് മെഷർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് കരുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നീങ്ങുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാക്സ്വെൽ പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ഫോർ ഒബ്സർവർ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഈതർ. നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? C-V ആയിരിക്കും മെഷർ ചെയ്യുക. അപ്പൊ C-V എന്നുള്ള സ്പീഡ് മെഷർ ചെയ്യുകയാണെങ്കിൽ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ മൂവിങ്. ഓക്കെ. അതായത് ഗലീലിയോയുടെ കാലം മുതൽ ഉണ്ടായിരുന്ന റിലേറ്റിവിറ്റി പ്രിൻസിപ്പിൾ, ഫിസിക്സിലെ നിയമങ്ങൾ എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമുള്ള വാക്കുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. എല്ലാ ഇനേർഷ്യൽ ഫ്രെയിമിലും സെയിം ആണ്. അതായത് നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഫിസിക്സിലെ നിയമങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗലീലിയോയുടെ കാലം മുതലുള്ള പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. പക്ഷെ ഇവിടെ മാക്സ്വെൽ അത് കളഞ്ഞു. ആൾക്കാർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. നമ്മുടെ നേച്ചർ അങ്ങനെയല്ല. നേച്ചറിലെ നിയമങ്ങൾക്ക് അങ്ങനെ ഒരു സിമെട്രി ഇല്ല എന്ന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അത്രയുള്ള കാര്യം. നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഐൻസ്റ്റൈൻ വരുന്നത്. ഐൻസ്റ്റൈൻ നോക്കുമ്പോൾ ന്യൂട്ടന്റെ നിയമങ്ങൾക്ക് ഈ സിമെട്രി ഉണ്ട്. പക്ഷെ മാക്സ്വെല്ലിന്റെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ നിയമങ്ങൾക്ക് ഈ സിമെട്രി ഇല്ല. ഇത് ഐൻസ്റ്റൈൻ അത് അങ്ങനെ വിട്ടുകളയാൻ റെഡി ആയിരുന്നില്ല. അപ്പൊ ഐൻസ്റ്റൈൻ ഈ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്തായാലും ശരിയായിരിക്കണം, ഇങ്ങനെ ഒരു സിമെട്രി ശരിയായിരിക്കണം എന്നുള്ളത് ഏറെക്കുറെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് ഐൻസ്റ്റൈന് ക്ലിയർ ആയിരുന്നു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചത് ഇറ്റ് വുഡ് നോട്ട് ബി നൈസ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് ഓരോ വർഷത്തിന്റെ ഓരോ സമയത്തും ഒരേ സ്പീഡിലല്ല. സൂര്യനോട് അടുത്ത് വരുന്ന സമയത്ത് കൂടുതൽ സ്പീഡിലും ദൂരെ അയക്കുന്ന സമയത്ത് കുറഞ്ഞ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. ഇതിന്റെ മീനിങ് മാത്രമല്ല ഈ ഈതറെല്ലാം കയ്യിൽ നിന്ന് എടുത്തിടുമ്പോൾ തന്നെ ഒരു ബാഡ് അടിക്കുന്നുണ്ട്. കഷ്ടപ്പാടാണല്ലോ ഈതർ പോസ്റ്റുലേറ്റ് ചെയ്യണം, അങ്ങനെ. പക്ഷെ ഈതർ പോസ്റ്റുലേറ്റ് ഓൾറെഡി മുൻപേ ഉണ്ട്, അധികം ബുദ്ധിമുട്ടുണ്ട്. അത് കിട്ടാൻ മാത്രം മതിയായിരുന്നു. അതെ അവർക്ക് അങ്ങനല്ല. പക്ഷെ നമുക്കിപ്പോ ആലോചിക്കുമ്പോ അങ്ങനെ ആലോചിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്ട്രാ അഡീഷണൽ ഈതർ എന്ന് പറഞ്ഞ ഒരു മീഡിയ എല്ലാം വേണം ഈ മാക്സ്വെല്ലിന്റെ പരിപാടികൾ വർക്ക് ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഐൻസ്റ്റൈൻ വന്നു. ഐൻസ്റ്റൈൻ നോക്കിയപ്പോ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ഒരു നേച്ചറിന്റെ ഒരു ഫണ്ടമെന്റൽ സിമെട്രിയെ കുറിച്ചാണ് പറയുന്നത്. ശരിയായിരിക്കണം, ഇറ്റ് ഹാസ് ടു ബി കറക്റ്റ്. കാരണം ഐൻസ്റ്റൈൻ എങ്ങനത്തെ കൺസിഡറേഷൻ ആണ് ഐൻസ്റ്റൈൻ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചതെന്ന് അറിയില്ല. പലപ്പോഴും ബ്യൂട്ടി, സിംപ്ലിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഐൻസ്റ്റൈൻ കുറെ ആലോചിച്ച് പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി വിട്ട് കളയേണ്ട ആവശ്യമില്ല, ലെറ്റ്സ് കീപ് ദാറ്റ്, ദെൻ വാട്ട് എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റിക്ക് കൺസിസ്റ്റന്റ് ആകുന്ന രീതിയിൽ മാക്സ്വെൽസ് ഇക്വേഷൻസിനെ മാറ്റി എഴുതുക. ഓക്കെ, അതായത് ഇപ്പോൾ ഉള്ള രീതിയിൽ മാക്സ്വെൽസ് ഇക്വേഷന് ഈ ഒരു സിമെട്രി ഇല്ല. അതായത് ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ നിയമങ്ങൾക്ക് ഈ ഒരു സിമെട്രി ഇല്ല. ആ ഒരു സിമെട്രി ഉള്ള രീതിയിൽ ഈ നിയമങ്ങളെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അപ്പൊ അക്കാലത്ത് ഇലക്ട്രോമാഗ്നറ്റിസം താരതമ്യേന പുതിയൊരു ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി എഴുതാൻ പറ്റും എന്ന് ഐൻസ്റ്റൈന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേസമയം ന്യൂട്ടന്റെ മെക്കാനിക്സ് കുറെ കാലമായിട്ട് ശരിയായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ അത് നോക്കണ്ട, ആദ്യം മാക്സ്വെലിന്റെ ഇക്വേഷൻ മാറ്റി എഴുതാന്നാണ് കരുതുന്നത്. അപ്പൊ ഐൻസ്റ്റൈൻ വിചാരിച്ചത് ഇത് സിമ്പിൾ ആയിരിക്കും എന്നായി. ഞാൻ മുഴുവൻ എക്സാക്ട്ലി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് കേട്ടോ. അപ്പൊ ഒരുപക്ഷെ ഐൻസ്റ്റൈൻ ഇങ്ങനെ അതെ, ഐൻസ്റ്റൈൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവാം. മേ ബി വി ക്യാൻ കറക്റ്റ് ദ ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഹാസ് ദിസ് പെർട്ടിക്കുലർ സിമെട്രി. പക്ഷെ അത് ഇമ്പോസിബിൾ ആണെന്ന് വളരെ വേഗം തന്നെ ഐൻസ്റ്റൈന് മനസ്സിലായി. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫിനോമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന നിയമങ്ങളാണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക്സിന്റെ നിയമങ്ങൾ. ഈ ഫിനോമിന മുഴുവൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിനയാണ്. അപ്പൊ ഇതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേറെ ഫോർമുലേഷൻ സാധ്യമല്ല എന്നുള്ള ഐൻസ്റ്റൈൻ വേഗം തന്നെ മനസ്സിലാക്കി. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മെക്കാനിക്സിന്റെ നിയമങ്ങൾ. അതായത് മാക്സ്വെലിന്റെ ഇക്വേഷൻസ് ആക്ച്വലി സിമെട്രിക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന ഇതെങ്ങനെയാണ് പറയുക, അതിന്റെ അർത്ഥം നമ്മൾ ന്യൂട്ടന്റെ ഇക്വേഷൻസ് കുറച്ച് മാറ്റി എഴുതണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗലീലിയോയുടെ ഇത് ട്രാൻസ്ഫോർമേഷൻ റൂൾസിന് എക്സാമ്പിൾ ആണ്. അതൊരു ഫ്രെയിമിലുള്ള ക്വാണ്ടിറ്റി വേറൊരു ഫ്രെയിമിലുള്ള ക്വാണ്ടിറ്റിയായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ഒന്ന് മാറ്റി എഴുതണം എന്ന കൺക്ലൂഷനിലാണ് ഐൻസ്റ്റൈൻ എത്തിയത്. കാരണം മാക്സ്വെലിന്റെ നിയമങ്ങൾ ശരിയാണ്, പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ശരിയായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോസ്റ്റുലേറ്റ് ഐൻസ്റ്റൈൻ ആദ്യം തന്നെ പോസ്റ്റുലേറ്റ് ചെയ്ത് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ശരിയാണ്. രണ്ടാമത് പോസ്റ്റുലേറ്റ് ചെയ്ത് മാക്സ്വെൽ ഇക്വേഷൻ ശരിയാണെന്നുള്ള. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഈ മാക്സ്വെൽ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്നുള്ള കാര്യം ആണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആക്ച്വലി പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത എല്ലാ ഒബ്സർവേഴ്സിന് സെയിം ആണെങ്കിൽ പിന്നെ റിലേറ്റിവിറ്റി പ്രിൻസിപ്പിൾ ഇത് വയലേറ്റ് ചെയ്യുന്നില്ല അല്ലെ? അതായത് എല്ലാ ഒബ്സർവേഴ്സും സെയിം തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് എല്ലാ ഫ്രെയിമിലും ശരിയാണ്. അതെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ബസ്സിൽ ഈ സ്പേസ് ബസ്സിൽ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് അറിയാം ഈ മാക്സ്വെൽസ് ഇക്വേഷൻ ഉണ്ട് എന്ന്. അതിനനുസരിച്ചിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആണ്. ബട്ട് അതേസമയം ഐൻസ്റ്റൈൻ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഈ സ്പേസ് ഷിപ്പിൽ പോകുമ്പം ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടും നമ്മൾ ഈ സ്പേസ് ഷിപ്പ് മൂവിങ് ആണോ എന്ന് പറ്റാൻ പാടില്ല. അപ്പൊ ഈ സ്പേസ് ഷിപ്പിന്റെ അകത്തും സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആക്കണം. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കളയേണ്ടത് ഈ ലോ ഓഫ് ട്രാൻസിറ്റ്, ഈ ട്രാൻസ്ഫോർമേഷൻ ലോസ് ആണ്. ഈ V1 - V2 എപ്പോഴും ഹോൾഡ് ചെയ്യും. അത് രണ്ട് സാധനം ഒരുമിച്ച് പാരലലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റീവ് സ്പീഡ് നമുക്ക് ഇങ്ങനെ -8 കിട്ടും എന്നുള്ള സാധനമാണ് പോകേണ്ടത്. അത് പോവുകയാണെങ്കിൽ അത് പോയെങ്കിൽ ഈവൻ ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന എക്സ്പെരിമെന്റിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആവും. പ്ലസ് നമ്മൾ ഈ ബസ്സിൽ വളരെ സ്പീഡിൽ പോവുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഓൾമോസ്റ്റ് സ്പീഡിൽ പോവുകയാണെങ്കിലും സ്പീഡ് ഓഫ് ലൈറ്റ് സെയിം തന്നെ ആയിരിക്കണം. അതെ, സെയിം തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാം പ്രൊട്ടക്ട് ചെയ്താ. അപ്പം മാക്സ്വെൽസിന്റെ ഇക്വേഷനും പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെ. പക്ഷെ ആകെ പോകേണ്ടി വന്നത് ഇതാണ്, ഈ റിലേറ്റിവിറ്റി ആണ് പോകേണ്ടി വന്നത് അല്ലേ? ഈ ഫ്രെയിം ഈ ഇക്വേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ റൂൾ ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമ്മൾ മാറ്റണം. അതായത് ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ക്വാണ്ടിറ്റീസ് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കാണിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതിനെയാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാറ്റണം. അത് മാറ്റിയിട്ട് ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആകുന്ന രീതിയിൽ നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആകുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാനാണ് ഐൻസ്റ്റൈന്റെ പ്ലാൻ. അതെ, വേറെ വഴിയില്ല എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ V1 - V2 നമ്മൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അത് ഒഴിവാക്കേണ്ടി വരികയാണ്. ഓക്കെ, ഈ V1 - V2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അത് പക്ഷേ ഡിറൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് അത് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു.
ഓക്കെ, പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയത് ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന്. ആ സാധനം നമ്മൾക്ക് കിട്ടി, ഐൻസ്റ്റൈൻ ആ സാധനം കിട്ടി. അതും അതെ. ടൈമും തമ്മിൽ എന്താ ബന്ധം? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ആണ്. അപ്പൊ അതുകൊണ്ട് സ്പീഡ്, ഒരു പെർട്ടിക്കുലർ സ്പീഡ് എല്ലാവർക്കും സെയിം ആകണമെങ്കിൽ ഡിസ്റ്റൻസും ടൈമും ഡിസ്റ്റൻസ് എന്താണ്, ടൈം എന്താണെന്നുള്ള കാര്യത്തിൽ ഡിഫറെന്റ് ഒബ്സർവേഴ്സ് വിയോജിക്കണം. ഓക്കെ, അപ്പം എത്ര സ്പീഡിൽ പറഞ്ഞോ? പറഞ്ഞോളൂ, എന്തായിരുന്നു? അല്ല, ഈ സ്പീഡ് എത്ര സ്പീഡിൽ പോകുന്ന ഒരാൾക്കും ഈ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് തോന്നണമെങ്കിൽ ഈ ഡിഫറെന്റ് ആളുകൾ തമ്മിൽ ആ ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസോ അത് ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എടുത്ത ടൈമോ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് ടൈമിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിപ്പോ ഞാനും സെബാസ്റ്റ്യനും രണ്ട് വേറെ വേറെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. നമ്മൾ രണ്ടാളും ഒരേ ലൈറ്റ് ട്രെയിനെ മെഷർ ചെയ്തു. അപ്പൊ നമുക്ക് രണ്ടാൾക്കും ആ ഒരേ ലൈറ്റ് ട്രെയിനിന്റെ സ്പീഡ് സെയിം ആണെന്ന് തോന്നണമെങ്കിൽ നമ്മൾ രണ്ടാളും വിയോജിക്കും. ഈ ലൈറ്റ് ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും അതിനെടുത്ത ടൈമും നമ്മൾ രണ്ടാളും എഗ്രി ചെയ്യില്ല, പക്ഷെ സ്പീഡ് എഗ്രി ചെയ്യും. അതെ, എക്സാക്ട്ലി. ഇത് മനസ്സിലാക്കാൻ ഒരു വഴിയുള്ളൂ. നമ്മളിപ്പോ ഇത് കംപ്ലീറ്റ്ലി അക്യുറേറ്റ് അല്ല, നമ്മുടെ എക്സ്പെരിമെന്റ് ഇങ്ങനെയല്ല നടത്തുക, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ലൈറ്റ് റേക്ക് പാരലായിട്ട് വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എർത്തിലുള്ള ഒബ്സർവർ ഈ ലൈറ്റ് റേയുടെ സ്പീഡ് മെഷർ ചെയ്യുന്നത് സി ആണ്. നമ്മൾ ഗലീലിയോയുടെ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് സി മൈനസ് വി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഗ്രൗണ്ടിലുള്ള എർത്തിലുള്ള ഒബ്സർവർ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഒരു ബീം ഓഫ് ലൈറ്റ്, ഒരു ഫ്ലാഷ് ലൈറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇതിന് പാരലായിട്ട് ഒരു ഹൈ സ്പീഡ് റോക്കറ്റിൽ വി എന്നുള്ള സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ വളരെ വളരെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എർത്തിലുള്ള ഒബ്സർവർ നോക്കുകയാണെങ്കിൽ ഇയാൾ കാണുക ഇത് തമ്മിൽ വലിയ സ്പീഡിൽ വലിയ മാറ്റമില്ല എന്നുള്ളതാണ്. ലൈറ്റും ഈ റോക്കറ്റിന്റെ സ്പീഡ് തമ്മിൽ ഇത് വളരെ അടുത്ത്, ലൈറ്റിന്റെ സ്പീഡിനോട് വളരെ അടുത്ത സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് കരുതുന്നത്. എർത്തിലുള്ള ഒബ്സർവർ നോക്കുമ്പോൾ ഇത് തമ്മിൽ പരസ്പരം അകന്നു പോകുന്നത് അത്ര സ്പീഡിലല്ല. ഇത് തമ്മിൽ പരസ്പരം അകന്നു പോകുന്നത്, ഈ ലൈറ്റ് റേ ഈ ഒരു രീതിയിൽ നിന്ന് അകന്നു പോകുന്നത് സി മൈനസ് ഫി എന്നുള്ള റേറ്റിൽ തന്നെയാണ് എർത്തിലുള്ള ആള് നോക്കുമ്പോൾ. അത് കുഴപ്പമില്ല. ഇപ്പൊ ഇത് ഇയാൾ സി എന്നുള്ള സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് ഇതും തമ്മിൽ പരസ്പരം അകന്നു പോകുന്നില്ല എർത്തിലുള്ള ആളെ അപേക്ഷിച്ച്. എർത്തിലുള്ള ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് പരസ്പരം അകന്നു പോകുന്നത് സി മൈനസ് വി എന്നുള്ള സ്പീഡിലാണ്. പക്ഷേ ഈ റോക്കറ്റിലുള്ള ആള് പറയുന്നത്, ഈ രണ്ടാമത്തെ പോസ്റ്റിൽ ശരിയാണെങ്കിൽ ലൈറ്റ് എന്നെ അപേക്ഷിച്ച് അകന്നു പോകുന്നത് സി എന്നുള്ള സ്പീഡിൽ തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ ഇത് നടക്കണമെങ്കിൽ ഈ റോക്കറ്റിലുള്ള ആളുടെ ടൈം കുറച്ച് സ്ലോ ആയാൽ മതി. സി മൈനസ് വി എന്ന് എർത്തിലുള്ള ആൾ മെഷർ ചെയ്യുന്ന സ്ഥലത്ത് സി എന്ന് ഇയാൾ മെഷർ ചെയ്യണമെങ്കിൽ ഈ ടൈം കുറച്ച് സ്ലോ ആയാൽ മതി. ഇത് റഫായിട്ട് പറയാണ്. ഇങ്ങനെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബട്ട് റഫായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ലൈറ്റ് റേ ഇയാളെ അപേക്ഷിച്ച് 3 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇയാളുടെ ക്ലോക്കിൽ 1 സെക്കൻഡ് ആവുള്ളൂ. മനസ്സിലായില്ലേ? ഇയാളെ അപേക്ഷിച്ച് ലൈറ്റ് 3 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇയാളുടെ ക്ലോക്കിൽ 1 സെക്കൻഡ് ആവുള്ളൂ. അതായത് ഇയാളുടെ സമയം കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അപ്പം ടൈമിന് പ്രശ്നം വന്നു. അപ്പം നമ്മുടെ നാട്ടിലുള്ള മീൻസ് ആ ഒബ്സർവർ, സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്സർവറും ഈ റോക്കറ്റിൽ പോകുന്ന ആളും തമ്മിൽ ഒരേ ടൈം അല്ല എന്ന് മനസ്സിലായി. അവർ രണ്ടാളും ടൈം മെഷർ ചെയ്യുന്നത് ഒരേപോലെ അല്ല, രണ്ടാൾക്കും ടൈം വ്യത്യാസമുണ്ട്. അതെ, അവർ ടൈം എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുന്നത് വേറെ വേറെ കാര്യങ്ങളാണ് ഇവർ ടൈം എന്ന് വിളിക്കുന്നത്. ടൈം ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി ടൈം ഇന്റർവെൽ എന്ന് ഇവർ വിളിക്കുന്നത് വേറെ വേറെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻഡ്യൂറ്ററി ഐഡിയ ഉണ്ടായിരുന്നു, ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ പോകുന്ന ഒരു സാധനമാണ് ടൈം എന്നുള്ള ആ ഐഡിയ നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ ഐഡിയ കളയുകയാണ്. അതെ, ആ ഒരു ഫണ്ടമെന്റൽ ഐഡിയ. അപ്പോൾ ന്യൂട്ടന്റെ ഇത് ടൈം ഈസ് അബ്സല്യൂട്ട് എന്നുള്ളതായിരുന്നു, അത് എടുത്ത് കളയുകയാണ്. ടൈം ബിക്കംസ് റിലേറ്റീവ്. ടൈം റിലേറ്റീവ് ആയി. ഓരോ ഒബ്സർവറും അവരെ മൂവ്മെന്റും
അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ടൈം. അതെ അതെ. ഓക്കെ, അപ്പൊ റെവല്യൂഷണറി ഐഡിയ ആണ് അന്നേരം. റെവല്യൂഷണറി ഐഡിയ ആണ്. ഇപ്പൊ എർത്തിലുള്ള ഒബ്സർവർ നോക്കുകയാണെങ്കിൽ ഇത് ഇയാളെ അപേക്ഷിച്ച് ലൈറ്റ് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് സഞ്ചരിക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയമാണ് ഇയാളുടെ ഒരു സെക്കൻഡ് അല്ലേ? അതായത് എർത്തിലുള്ള ആളെ അപേക്ഷിച്ച് ലൈറ്റ് സി എന്നുള്ള സ്പീഡിൽ സഞ്ചരിക്കുന്നു. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുകയാണ്. 3 × 10⁸ മീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇയാൾ നോക്കുമ്പോ ഈ എന്താണ് റോക്കറ്റിലുള്ള ആളെ അപേക്ഷിച്ച് ലൈറ്റ് 3 × 10⁻⁸ മീറ്റർ സഞ്ചരിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. കാരണം എർത്തിലുള്ള ആളെ നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് c - v ആണ്. ശരിയല്ലേ? പക്ഷെ ലൈറ്റ് ഇയാളെ അപേക്ഷിച്ച് 3 × 10⁻⁸ മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് ഇയാളുടെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ ഓരോ സെക്കൻഡിന്റെയും നടക്കുന്ന കാര്യങ്ങള് വ്യത്യാസമുണ്ട്. ഒരു സെക്കൻഡില് സ്റ്റേഷനറി ആയിട്ട് ഉള്ള ഒരാൾക്ക് നടക്കുന്നത് തോന്നുന്ന കാര്യമല്ല ഈ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലുള്ള ഒരാൾക്ക് ഒരു സെക്കൻഡിൽ നടക്കുന്നത് തോന്നാം. അതെ, എക്സാക്ട്ലി. അപ്പൊ ഇയാളെ അപേക്ഷിച്ച് ഇയാളുടെ ക്ലോക്ക് സ്ലോ ആണെന്ന് തോന്നും. ഓക്കെ, അപ്പം ലോകത്ത് എല്ലായിടത്തും ടൈം എന്ന് പറഞ്ഞ ഒരു യൂണിഫോം സാധനം ഇല്ല. ഇതിനിപ്പം എക്സ്പെരിമെന്റൽ എവിഡൻസും ഉണ്ടല്ലോ അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു എയറോപ്ലെയിനില് 2 ക്ലോക്ക് ഒരു ക്ലോക്ക് അങ്ങനെ നടന്നില്ലേ? നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് അതിലേക്ക് വരാം. ടൈമിനെ കുറിച്ച് വിശദമായിട്ട് പറയുമ്പോൾ അതിലേക്ക് വരാം. അത് വേറെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഒരു മെസ്സ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം. അത് അങ്ങനെ അതാവുന്നത്. കാരണം ഇത് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു കാവിയാറ്റ് ആഡ് ചെയ്യാണ്. ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുക. നമ്മളൊരു കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണമെങ്കിൽ ലൈറ്റ് പോയി ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് പോയി തിരിച്ച് അതേ പോയിന്റിലേക്ക് വരാനുള്ള സമയമാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രം നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഐഡിയാസ് കറക്റ്റ് ആയിട്ട് മാത്തമാറ്റിക്കലി വർക്ക് ചെയ്യുള്ളൂ. അതിന് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, സൈമിൾട്ടേനിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ലൈറ്റ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അതെ. പക്ഷെ ആക്ച്വലി നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് പോയി ആ പോയിന്റിലേക്ക് തിരിച്ചെത്താനുള്ള ഇത് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചില മിസ്റ്റേക്സ് വരും. നമ്മൾ ഒരു പോയിന്റ് പോയിട്ട് തിരിച്ച് നമ്മളെ കണ്ണിലേക്ക് തിരിച്ചെത്തണം ആ പോയ ലൈറ്ററെ. അതെ, ഒരു സാധനം കാണണമെങ്കിൽ. വൺ വേ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഒരു ഡയറക്ഷനിൽ മാത്രം ലൈറ്റ് എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ബേസിക് ഐഡിയ. നമ്മളെ അപേക്ഷിച്ച് ഈ രീതിയിൽ നമ്മളെ അപേക്ഷിച്ച് ലൈറ്റിന്, അതായത് ഒരു സെക്കൻഡ് എന്താണെന്നുള്ള ചോദ്യത്തിനേക്കാൾ ഒരു സെക്കൻഡ് എന്താണെന്നുള്ളത് ലൈറ്റിന്റെ സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. വാട്ട്സ് 1 സെക്കൻഡ് എന്നുള്ളതിന് ടൈം taken by light to travel 3 multiplied by 10⁸ meter with respect to you. നിങ്ങളെ അപേക്ഷിച്ച് 3 × 10⁸ മീറ്റർ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ക്ലോക്കിൽ ഒരു സെക്കൻഡ് ആവുള്ളൂ എന്നുള്ളതാണ്. സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇയാളിപ്പോ ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതുക. അപ്പൊ എർത്തിലെ ആള് നോക്കുമ്പോൾ ഈ റോക്കറ്റിനെ അപേക്ഷിച്ച് ലൈറ്റ് 3 × 10⁸ മീറ്റർ ഒരിക്കലും സഞ്ചരിക്കില്ല. ശരിയല്ലേ? ഇയാള് റോക്കറ്റ് സഞ്ചരിക്കുന്ന സി എന്നുള്ള സ്പീഡിലാണെന്ന് വരും. അപ്പൊ എർത്തിലുള്ള ആളെ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ റോക്കറ്റിനെ അപേക്ഷിച്ച് ലൈറ്റ് ഒരിക്കലും 3 × 10⁸ മീറ്റർ സഞ്ചരിക്കില്ല. കാരണം ഇത് രണ്ടും ഒരേ സ്പീഡിലാണ് പോകുന്നത്. അതിന്റെ അർത്ഥം ഈ റോക്കറ്റിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സെക്കൻഡ് ആകില്ല എന്നുള്ളതാണ്. അതെ, പറഞ്ഞോ. ഒരിക്കലും ഒരു സെക്കൻഡ് ആവില്ല. അപ്പൊ റോക്കറ്റിന്റെ സി സ്പീഡിൽ ഉള്ള ഒരു റോക്കറ്റ് ലൈറ്റിനെ നോക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഒരിക്കലും ഈ 3 × 10⁸ മീറ്റേഴ്സ് അയാളെക്കാട്ടും കൂടുതൽ സഞ്ചരിക്കൂല. സഞ്ചരിക്കും. അയാളുടെ ക്ലോക്കിൽ ഒരു സെക്കൻഡ് ആകുമ്പോൾ സഞ്ചരിക്കും. പക്ഷെ ഞാൻ എർത്തിലുള്ള ഒബ്സർവറിന്റെ കാര്യമാണ് പറയുന്നത്. എർത്തിലുള്ള ഒബ്സർവർക്ക് ജസ്റ്റ് രണ്ട് സാധനങ്ങൾ പോയിന്നല്ലേ. ഒരു സി സ്പീഡിൽ ലൈറ്റും പോയി, സി സ്പീഡിൽ ഒരു സ്പേസ് ഷിപ്പും പോയി. അങ്ങനെയല്ലേ തോന്നുന്നു. നമ്മൾ ഒരു സെക്കൻഡ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരുന്നു. ഒരു സെക്കൻഡ് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. എന്താണ് ഈ ഒരു ഒബ്സർവറിനെ അപേക്ഷിച്ച് ലൈറ്റ് സി എന്നുള്ള സ്പീഡ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് അയാളുടെ ഒരു സെക്കൻഡ്. ഇത് എർത്തിലുള്ള ഒബ്സർവറിനും അറിയാം. എർത്തിലുള്ള ഒബ്സർവറിന് ഇത് അറിയാം. അപ്പൊ എർത്തിലുള്ള ഒബ്സർവർ നോക്കുമ്പോൾ ഈ റോക്കറ്റിലുള്ള ഒബ്സർവറിനെ അപേക്ഷിച്ച് ലൈറ്റ് 3 × 10⁸ മീറ്റർ ഒരിക്കലും സഞ്ചരിക്കുന്നില്ല. അതെ, ഇത് രണ്ടും ഒരേ സ്പീഡിലാണല്ലോ പോകുന്നത്. അപ്പൊ ഈ
എർത്തിലുള്ള ആള് നോക്കുമ്പോൾ ഈ റോക്കറ്റിലുള്ള ആളിനെ അപേക്ഷിച്ച് ലൈറ്റ് ഒരിക്കലും 3 × 10⁸ മീറ്റർ കവർ ചെയ്യുന്നേ ഇല്ല. കവർ ചെയ്യുന്നില്ല. യാ അല്ലേ? കാരണം അതെ രണ്ടുപേരും ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എർത്തിലുള്ള ആളെ അപേക്ഷിച്ച്. അപ്പൊ അതിന്റെ അർത്ഥം അതെ ഈ റോക്കറ്റിലുള്ള ഉം. ആളുടെ ക്ലോക്കിൽ ഒരിക്കലും 1 സെക്കൻഡ് ആകുന്നില്ല എന്നുള്ളതാണ് എർത്തിലുള്ള ഒബ്സർവർ പറയുകയാണെങ്കിൽ. ആവുന്നില്ല. അതെ. അപ്പൊ ഈവൻ റോക്കറ്റിന്റെ അകത്തുള്ള ഒരാള് നോക്കുകയാണെങ്കിലും ഈ ലൈറ്റ് അനങ്ങുവോ? ലൈറ്റ് അയാളെ സംബന്ധിച്ചും ലൈറ്റിന് 3 × 10⁸ മീറ്റർ/സെക്കൻഡിൽ തന്നെ സഞ്ചരിക്കണം. സഞ്ചരിക്കേണ്ടതാണ്. അയാളെ അതെ. സംബന്ധിച്ച് പക്ഷെ അയാളും അതേ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതെ. അപ്പൊ അപ്പോ അയാളെ മെഷർ ചെയ്യുമ്പോ എന്താണ് കിട്ടുക? അപ്പൊ അയാളുടെ ക്ലോക്കിൽ ഒരിക്കലും 1 സെക്കൻഡ് ആകില്ല. ആവില്ല. ഓക്കെ. അപ്പൊ അയാൾക്ക് ടൈം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ. അതെ, അത് ഇക്വേഷനിലേക്ക് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇഷ്യൂ. പക്ഷെ റഫ് ആയിട്ട് ഇങ്ങനെ പറയാം. ഓക്കെ, ഇൻ സം സെൻസ് ടൈം സ്റ്റോപ്സ് എന്ന് പറയാം. അതായത് ഇപ്പൊ ഫോട്ടോണിന് ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്നതിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പോപ്പുലർ ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്. ഫോട്ടോണിന് ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്കിൽ 1 സെക്കൻഡ് ആകില്ല എന്നുള്ളതാണ്. ആവില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഫോട്ടോൺസിന് ഈ സ്പീഡിൽ പോകുന്ന ആൾക്കാർക്ക് ടൈം എന്ന് പറഞ്ഞൊരു സാധനം മെഷർ ചെയ്യാൻ പറ്റൂല. അതെ, അത്ര നമ്മൾ ഒരുപാട് അതിന്റെ ഇതിലേക്ക് പോകണ്ട. കാരണം അതിൽ ഇക്വേഷൻസിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വരും. കുറെ കാവ്യാറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ. എന്നാലും ബേസിക് ഐഡിയ അങ്ങനെയാണ്. ആ ഒരു ഇൻറ്റ്യൂഷൻ ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ C എന്നുള്ള സ്പീഡിൽ സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും 1 സെക്കൻഡ് ആകില്ല. ടൈം അയാൾക്ക് മൂവ് ചെയ്യുന്നതേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? ഓക്കെ, എർത്തിലുള്ള ആള് നോക്കുമ്പോൾ റോക്കറ്റിലുള്ള ആൾക്ക് ടൈം മൂവ് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ. അപ്പം മൂവ്മെന്റ് അപ്പൊ നമുക്ക് ഇങ്ങനെ അതെ. പറയാം. അപ്പം മൂവ്മെന്റ് നടത്തുമ്പോൾ ക്ലോക്ക് സ്ലോ ആകുന്നു. ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ പറഞ്ഞോ. മൂവ്മെന്റ് ഉള്ളപ്പോ ക്ലോക്ക് സ്ലോ ആകുന്നതായിട്ട് ഈ ഒബ്സർവറിന് കൺക്ലൂഡ് ചെയ്യാം, എർത്തിലുള്ള ഒബ്സർവറിന്. ഓക്കെ റഫായിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടി. അപ്പൊ നമ്മള് പറയൂ. ലാഗിന്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ നമ്മള് ടൈം ഒഴിവാക്കി. ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും സെയിം ആണെന്നുള്ള ഐഡിയ നമ്മൾ ഒഴിവാക്കി. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് എല്ലാവർക്കും കോൺസ്റ്റന്റ്. അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ആളും ടൈം ഡിഫറെന്റ് രീതിയിലാണ് എക്സ്പീരിയൻസും മെഷറും ചെയ്യുന്നത്. നിങ്ങൾ സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആക്കി വെക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാതെ ടൈം എല്ലാവർക്കും സെയിം ആക്കാനുള്ള എഫേർട്ട് അല്ല. ഓക്കെ, ഇതൊക്കെയാണ്. ഐൻസ്റ്റൈൻ ഏകദേശം ഈ രീതിയിലായിരിക്കാം ഇതിലേക്ക് എത്തിയത്. ഐൻസ്റ്റൈൻ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പേപ്പറിൽ ഓൺ ദ ഇലക്ട്രോഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ് എന്ന ടൈറ്റിൽ ചെയ്തൊരു പേപ്പറാണ്. ഇതിൽ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് എക്സ്പെരിമെന്റ്സ് ഉപയോഗിച്ച് മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് എക്സ്പെരിമെന്റ്സ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് പറയുന്നുള്ളൂ. പക്ഷേ ഐൻസ്റ്റൈൻ റിലേറ്റിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ മൈക്കിൾസൺ മോറൽ എക്സ്പെരിമെന്റ് നടത്തിയിരുന്നു. അപ്പൊ ഇവര് ചെയ്തത് ഈതർ എന്ന് പറഞ്ഞ ഇതുണ്ടെങ്കിൽ ഈതറിനെ അപേക്ഷിച്ചുള്ള സ്പീഡ് നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും, അല്ലേ? നമ്മൾ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് ഈതർ കോൺസെപ്റ്റ് ശരിയാണെങ്കിൽ. അപ്പൊ ഇവര് ചെയ്തത് എർത്തിന് ഒരു മൂവ്മെന്റ് ഉണ്ട് സണ്ണിന് ചുറ്റും, അല്ലേ? അപ്പൊ ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടും ഈ മൂവ്മെന്റിന്റെ ഡയറക്ഷന് പാരലായിട്ടും ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ V എന്നുള്ള സ്പീഡിൽ ട്രെയിൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ആയിട്ട് കാണില്ല. ഇത് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് V1 ആണെങ്കിൽ ഈ ട്രെയിനിനെ അപേക്ഷിച്ച് ഈ സ്പീഡ് V1 തന്നെ ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇവർ ചെയ്തത് എർത്തിന്റെ ഡയറക്ഷന് പാരലായിട്ടും എർത്തിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടും ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത് നോക്കിയ. അപ്പൊ ഇവർ പ്രതീക്ഷിക്കുന്ന മാക്സ്വെൽ പറയുന്നത് ശരിയാണെങ്കിൽ ഈ സ്പീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവർ എക്സ്പെരിമെന്റ് ആക്ച്വലി നടത്തി നോക്കി, അതിനൊരു നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു. ഓക്കെ, നമുക്കപ്പം ഇവിടം വരെ ക്ലിയർ ആണ്. ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും സെയിം ആണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ടൈം എല്ലാവർക്കും സെയിം ആണ് എന്നുള്ള ഒരു ഐഡിയ കളയണം. ഇവിടം വരെ ക്ലിയർ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പൊ ഇതാണ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റുലേറ്റ്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഏത് രീതിയിലാണ് സമയം മാറുക എന്നുള്ള ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്യാൻ വഴികളുണ്ട് ഈ ഒരു പോസ്റ്റുലേറ്റ് വെച്ചിട്ട്.
പക്ഷെ ഇത് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്. ഈ വഴി എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആക്ച്വലി പറയുന്നത് സ്പേസ് ടൈം ജോമെട്രിയെ കുറിച്ചാണ്. സ്പേസ് ടൈം ജോമെട്രി, സ്പേസ് ടൈം എന്ന് പറഞ്ഞ സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ കുറിച്ചാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. അപ്പൊ ഈ കോൺസെപ്റ്റ്സ് നമുക്ക് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്, സ്പേസ് ടൈം എന്താണെന്നുള്ളത്. ഇപ്പൊ സ്പേസ് നമുക്കറിയാം, നമ്മളിപ്പോ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. കോർഡിനേറ്റ് സിസ്റ്റം 2 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ എക്സ് വൈ എന്നിങ്ങനെ ഒരു നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ 2 കോർഡിനേറ്റ്സ് ആണ് അല്ലെ, എക്സ് ആൻഡ് വൈ. അതായത് ഇവിടെ നിന്ന് എത്ര ദൂരം നിങ്ങളോട് കൃത്യ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇത്ര ദൂരം നടക്കുക, 5 സെന്റിമീറ്റേഴ്സ് നടക്കുക, എന്നിട്ട് വൈ ഡയറക്ഷനിൽ ഒരു 6 സെന്റിമീറ്റേഴ്സ് നടക്കുകയാണ് നിങ്ങൾ ആ പോയിന്റിൽ എത്തുമെന്ന് പറയും. അപ്പൊ ഈ പോയിന്റിനെ 2 കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് 5,6 എന്ന് പറയാം. ഇത് നമ്മൾ സ്പേസിനെ സാധാരണ ഈ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സ്പേസിനെ നമുക്ക് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് സ്പേസിലുള്ള പോയിന്റ്സിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ ഈ സ്പേസ് ടൈം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പക്ഷെ നമ്മൾ ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്പേസ് കോർഡിനേറ്റ്സ് മാത്രം പറഞ്ഞാൽ പോരെ, ടൈമും കൂടെ പറയണം അല്ലേ? അതെ. നിങ്ങൾ ഒരാളെ കോഫി, അപ്പം ഏതെങ്കിലും ഒരു ഇവന്റ് പറയണമെങ്കിൽ നമ്മള് പറയണം എക്സ് വൈ സെഡ് കോർഡിനേറ്റ്. അത് കേരളയില് ഇങ്ങനെ എക്സ് വൈ സെഡ് പറഞ്ഞാൽ ഒരു സ്ഥലം കിട്ടും, അതായത് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടും. എപ്പോഴാണ് ഇവന്റ് നടന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ടൈമും കൊടുക്കണം. അപ്പൊ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാം ഈ 1948 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ഇവന്റ്സും നമുക്ക് ഈ 4 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ചായ കുടിച്ചത് എപ്പോഴാണെന്നും എല്ലാം. ഓക്കെ. നിങ്ങൾ ഒരാളെ ഡിന്നറിന് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എത്ര മണിക്കാണ് ഡിന്നറിന് വരേണ്ടതെന്നും കൂടെ പറയണം. അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്പേസ് ടൈമിൽ ആ പോയിന്റിൽ മീറ്റ് ചെയ്യാം. അതെ. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണമെങ്കിൽ നമുക്ക് 4 കോർഡിനേറ്റ്സ് വേണം. ആക്ച്വലി ഇവിടെ സ്പേസിന്റെ 2 കോർഡിനേറ്റ് ആവശ്യമുണ്ട്, പക്ഷെ ആക്ച്വലി 3 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അതെ, ഹൈറ്റും വേണം, എത്രാമത്തെ ഫ്ലോറിലാണെന്നും പറയണം. ഒരു ബിൽഡിങ്ങിന്റെ ബിൽഡിംഗ് എവിടെയാന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, ഫൈൻ. അതെ അതെ. അപ്പോ ഈ സ്പേസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 4 കോർഡിനേറ്റ്സ് ഉള്ള ഒരു സിസ്റ്റം ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഉദാഹരണത്തിന് റഫായിട്ട് സ്പേസ് ടൈം നമ്മൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻസ് സ്പേസ് ആണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷനുള്ള ടൈം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പൂച്ചയുടെ ഇത് പറയുകയാണെങ്കിൽ പൂച്ചയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പേസ് ടൈമിലെ ലൊക്കേഷൻ നമുക്ക് പറയാം. 10:02 അല്ലെ 10 മണി കഴിഞ്ഞ് ഇത് 2 സെക്കൻഡ് ആണ് അല്ലേ? 2 സെക്കൻഡ് വായിക്കുക. അതെ. കുഴപ്പമില്ല, മിനിറ്റ് ആയാലും കുഴപ്പമില്ല, വളരെ മെല്ലനെ നടക്കുന്ന ഒരു പൂച്ചയെന്ന് വിചാരിച്ചാൽ മതി. അതെ അതെ. അപ്പൊ 10 മണി അല്ലെങ്കിൽ 10 മണിക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണ്. നമുക്ക് ഈ ഇതിന്റെ 2 കോർഡിനേറ്റ്സ് പറയണം, എക്സും വൈയും. ടിയും കൂടെ പറയുകയാണെങ്കിൽ ഇതിന്റെ സ്പേസ് ടൈമിൽ ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. അതേസമയം അനങ്ങാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാള് അപ്പോഴും ടൈമിലും ടൈം കോർഡിനേറ്റ് അയാളുടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇതാണ് റഫ് ആയിട്ടുള്ള സ്പേസ് ടൈം എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് 4 കോർഡിനേറ്റ്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് സ്പേസിന്റെ 2 കോർഡിനേറ്റ്സ് മാത്രം വെർട്ടിക്കലായിട്ട് ടൈം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഈ ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലെ? അതെ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലേക്ക്. അപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ആക്ച്വലി ഈ സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. സ്പേസ് ടൈം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ്, ഒരു ജിയോമെട്രി ഉണ്ട് എന്നുള്ളതാണ്. ഈ ജിയോമെട്രി എന്താണെന്നാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഇതിന്റെ ജിയോമെട്രി എന്താണെന്നുള്ളതാണ്. വേറെ സ്ലൈഡ് എടുക്കട്ടെ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഈ ജിയോമെട്രി എന്നുള്ള വാക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലെ? ജിയോമെട്രി മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം സ്പേസിന്റെ കാര്യം എടുക്കാം. സ്പേസ് വേണ്ടി നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉള്ള ഒരു ഇതായിട്ട് എടുക്കാം, എക്സ് വൈ 2 കോർഡിനേറ്റ്സ്. ഓക്കെ. അപ്പൊ ഈ സ്പേസിന്റെ ജിയോമെട്രി, ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കാം.
അപ്പൊ ഈ ഒരു ഗിവൺ സ്പേസിന്റെ ജോമെട്രി എങ്ങനെയാ സ്പെസിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഉണ്ട്. മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള എ എന്നുള്ളൊരു പോയിന്റ് അല്ലെങ്കിൽ ഒ എന്നുള്ളൊരു പോയിന്റ് എ എന്നുള്ളൊരു പോയിന്റ്, ഈ രണ്ട് പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ ജോമെട്രി സ്പെസിഫൈഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഇത് എളുപ്പമാണ്. അതായത് ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്ന കാര്യം ഈ രണ്ട് പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയണം. ഇവിടെയുള്ള കോർഡിനേറ്റ്സ് എക്സും വൈയും ആണ് അല്ലെ. നമ്മളിത് 0 ആയിട്ടാണ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള എക്സ് കോർഡിനേറ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് എക്സ് തന്നെ എഴുതാം, അല്ലെങ്കിൽ x1 എക്സ് തന്നെ എഴുതാം, സ്മോൾ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള y ഡയറക്ഷനിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ y എന്ന് എഴുതാം. അതായത് ഇതിന്റെ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള കോർഡിനേറ്റ് ഡിഫറൻസ്, y കോർഡിനേറ്റ് ഡിഫറൻസ് സ്മോൾ വൈയും എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ എക്സും ആണ്. അപ്പൊ ഈ മാത്തമാറ്റിക്സിൽ പറയുന്നത് ഇതിന്റെ ഇത് പ്യൂർലി ഞാൻ മാത്തമാറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, തൽക്കാലം പ്യൂർലി ഫിസിക്സിലത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലുള്ള ഡെഫിനേഷൻ അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഫിസിക്സിലുള്ള ഫിസിക്കൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആദ്യം പറയുന്നത്. അപ്പൊ ഇതിന്റെ ജോമെട്രി സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിന്റെയും വൈയുടെയും ടേംസിൽ, സ്മോൾ എക്സിന്റെയും സ്മോൾ വൈയുടെയും ടേംസിൽ ഈ പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. ഈ കേസിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിന് നമ്മൾ എസ് സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പൈത്തഗോറസ് തിയറി വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ജോമെട്രി സ്പെസിഫൈഡ് ആണ്. ഇതാണ് ജോമെട്രി, പൈത്തഗോറസ് തിയറം. ഈ ആക്ച്വലി ഈ ജോമെട്രി ഉള്ള സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് യൂക്ലീഡിയൻ സ്പേസ്, ഫ്ലാറ്റ് സ്പേസ് അല്ലെ യൂക്ലീഡിയൻ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പതല്, നമ്മളിപ്പോ നമ്മുടെ ബോർഡിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ ആണെങ്കിലും പതലം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എപ്പോഴും വാലിഡ് ആയിരിക്കും. അപ്പം രണ്ട് പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ യൂക്ലിഡിയൻ ജോമെട്രിയിൽ. അതെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതെ. അപ്പൊ മറ്റേ ഈ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം യൂക്ലിഡിയൻ ഒരു ഫ്ലാറ്റ് സർഫേസിലാണ് ഈ പേപ്പർ ഉള്ളതെങ്കിൽ നമ്മള് നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാ ജോമെട്രി അതിൽ ചെയ്യാം. സ്കൂളിലെല്ലാം പഠിച്ച ജോമെട്രി ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് സാധനത്തിലാണ്. ഓക്കെ, അതെ. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് റിലേഷൻ ആണ് ആക്ച്വലി ജോമെട്രിയെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ജോമെട്രികൾ ഇമാജിൻ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഡിഫറെന്റ് ഡിസ്റ്റൻസ് റിലേഷൻസ് ട്രൈ ചെയ്താൽ മതി. ഒക്കെ വേണമെങ്കിൽ എസ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഡിസ്റ്റൻസ് റിലേഷൻ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തരം ജോമെട്രി ആയിരിക്കും, അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ജനറൽ ആയിട്ട് ജോമെട്രിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വഴി തുറന്നു തരികയാണ്. സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്റ്റൻസ് റിലേഷൻ ദാറ്റ് സ്പെസിഫൈസ് ദ ജോമെട്രി, ദെൻ വാട്ട്, അങ്ങനെയാണ് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. ഇനി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഞാൻ പറഞ്ഞു, സ്പേസ് ടൈമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആക്ച്വലി പറയുന്നത്, നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഇത് ആക്ച്വലി പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് എന്നാണ്. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഏകദേശം സ്പേസ് പോലെ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് സ്പേസ് ടൈം, നമുക്ക് സ്പേസിന്റെ ഒരു ഡയറക്ഷൻ എടുക്കാം, എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതാം അല്ലെ, കോർഡിനേറ്റും, പിന്നെ വെർട്ടിക്കൽ ഡയറക്ഷൻ ടൈം കോർഡിനേറ്റ് എടുക്കാം. കൂടുതൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ പ്ലെയിൻസ് ഒക്കെ വരയ്ക്കേണ്ടത്. പക്ഷെ ഇത് മതി, ഐഡിയ ക്ലിയർ ആകാൻ ഇത് മതി. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസ് ആണ് എടുത്തത്. ഇവിടെ 2 കോർഡിനേറ്റ് സ്പേസ് കോർഡിനേറ്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് സ്പേസ് എന്ന് വിളിക്കാം, 2 കോർഡിനേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് സ്പേസ് ടൈം. ഒരു ആക്സിസ് ടൈം ആണ്. നേരത്തെ 2 സ്പേസ് ആയിരുന്നു, ഇപ്പൊ ഒരു ആക്സിസ് ടൈം ആക്കി. അതെ. അപ്പൊ ഇതിൽ സ്പേസ് കോർഡിനേറ്റ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒറിജിൻ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് മാത്രം പറഞ്ഞാൽ സ്പേസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ആണ്. അതുപോലെ ടൈം ഏത് സമയത്താണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ സ്പേസ് ടൈമിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു ടൈം കോർഡിനേറ്റ് ഉണ്ടാവും.
നമ്മളൊരു ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ഒരു പറയേണ്ട കാര്യം കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ വാക്കുകളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം ഈ സ്പേസ് ടൈമിലുള്ള പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇവന്റ്സ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, അത്രേ ഉള്ളൂ. അവിടെ ഡ്രമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇവന്റ് സംഭവിക്കണമെന്നില്ല. ഈ സ്പേസ് ടൈം എന്ന് പറയുന്ന സ്പേസിലെ പോയിന്റ്സ് ആണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. സ്പേസിൽ എന്റെ വീട്ടില് ഒരു രാവിലെ 10 മണി ടൈമിൽ ഞാൻ ചായ കുടിച്ചു. അപ്പൊ ഇതൊരു സ്പേസ് ടൈം ഇവന്റ് ആണ്. ഇനി നിങ്ങളുടെ വീട്ടില് രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇവന്റ് ആണ്. That locates a particular location. That locates a particular thing in the space time, അല്ലേ? സ്പേസ് ടൈം. ഓക്കെ. അപ്പൊ അത് തന്നെ ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ അതും ഒരു ഇവന്റ് ആണ്. ആ ടൈമിൽ നടന്നൊരു സാധനമാണ് ചായ കുടിക്കൽ. ഓക്കെ, ഫൈൻ. അതെ, നിങ്ങളുടെ വീട്ടിൽ 10 മണി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇവന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഇതൊക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ടൈമിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഇനി റെസ്റ്റിലെല്ലാം ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ടൈമിൽ സ്പേസിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെയായിരിക്കും അതിന്റെ ട്രാജക്ടറി, വി എന്നുള്ള സ്പീഡിലാണ്. ഇത് ക്ലിയർ ആണ്, കാരണം ഇത് ടൈം സ്പേസിലും കുറച്ച് മൂവ് ചെയ്യുന്നുണ്ട്, അതേ ടൈമിലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം സ്പേസ് ടൈമിലുള്ള ട്രാജക്ടറീസിനെ പറയുന്ന പേരാണ് വേൾഡ് ലൈൻ. സ്പേസ് ടൈമിലെ ട്രാജക്ടറിക്ക് പറയുന്ന പേരാണ് വേൾഡ് ലൈൻ. ഇത്രയും ക്ലിയർ ആണല്ലോ, അല്ലേ? ഇനി നമുക്ക് ഈ സ്പേസ് ടൈമിൽ ജിയോമെട്രി ഉണ്ട്, നമ്മൾ പലതവണ പറഞ്ഞു. ജിയോമെട്രി സ്പെസിഫൈ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ ഈ സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ കോർഡിനേറ്റ് ഡിഫറൻസിന്റെ ടേമിൽ പറയണം, അല്ലേ? ഇത് നമുക്ക് ആദ്യം ഒറിജിനിലുള്ള ഒരു ഇവന്റ് എടുക്കാം, പിന്നെ എ എന്ന് പറഞ്ഞൊരു ഇവന്റ് എടുക്കാം. ഇങ്ങനെ ഒരു ഇവന്റ് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഇവന്റ്സ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാവുന്നത് യൂക്ലിഡിയൻ ജിയോമെട്രി ആണ്. അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ എസ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ടോ എന്ന് ഉപയോഗിക്കാം. ഈ സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ടോ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് സ്പേസ് ടൈമിൽ ഒരു റിലേഷൻ എഴുതാൻ കഴിയുമോ? അപ്പൊ നമുക്ക് ആദ്യം ഓബ്വിയസ് ആയിട്ടുള്ള ചോയ്സ് ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സ്മോൾ എക്സ് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് എഴുതാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യൂക്ലിഡിയൻ ജിയോമെട്രി തന്നെയാണ്, അല്ലേ? പക്ഷെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വരില്ല. പക്ഷേ ഇതിന് പകരം സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് യു ജസ്റ്റ് സേ ദാറ്റ് ടോ സ്ക്വയർ, സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ റിലേഷൻ വഴിയാണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇത് വേറെ ജിയോമെട്രിയുടെ സ്പെസിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞ ജിയോമെട്രി സ്പെസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ഇടയിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഇടയിൽ മൈനസ് ആണെന്നുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ വഴി ജിയോമെട്രി പറയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതാണ് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി എന്ന് പറയാം. ദിസ് ഇസ് ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന് പറയാം. ഇതുകൊണ്ട് മാത്രമല്ല, ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ വി സേ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. സ്പേസിന്റെ ജിയോമെട്രി കാണിക്കുന്ന റിലേഷനെ പോലെ തന്നെ റിലേഷൻ ഇവിടെ ഉണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിങ്കോവ്സ്കി ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം തൽക്കാലം. വിൽ കോൾ ഇറ്റ് ആസ് മിങ്കോവ്സ്കി ഡിസ്റ്റൻസ്, കാരണം ഈ ജിയോമെട്രിക്ക് പറയുന്ന പേര് മിങ്കോവ്സ്കി ജിയോമെട്രി എന്നാണ്. ഈ ജിയോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണോ? അല്ല, കർവേച്ചർ ജിയോമെട്രി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ജിയോമെട്രി എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ യൂക്ലിഡിയൻ ജിയോമെട്രി എന്ന് പറയുമ്പോൾ അവിടെ കർവേച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇല്ല, അത് കർവേച്ചർ 0 ആയോണ്ടല്ലേ, ഫ്ലാറ്റ് സ്പേസിലായോണ്ടാണ് അവിടെ യൂക്ലിഡിയൻ ജിയോമെട്രി വർക്ക് ആവുന്നത്. അതെ, ഓക്കെ. അപ്പം ഈ മിങ്കോവ്സ്കി സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് സ്പേസ് ആണോ? സ്പേസ് ടൈമിൽ ഒരു ഫ്ലാറ്റ് സ്പേസ് ആണോ? ഇതൊരു ഫ്ലാറ്റ് സ്പേസ് ആണ്, കർവേച്ചർ അല്ല. അപ്പം പലതരം കർവേച്ചർ പോസിബിൾ ആണ്. അതിന്റെ അകത്ത് ഓരോന്നിനും ഓരോ ജിയോമെട്രി ആയിരിക്കും. അപ്പൊ നമ്മളൊരു ട്രയാങ്കിള് ഒരു ഫ്ലാറ്റ് പേപ്പറിൽ വരക്കാൻ നോക്കിയാലും, ഒരു കേർവ്ഡ് ഒരു പേപ്പർ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ചെയ്ത് നോക്കിയാലും അതിന്റെ ഇക്വേഷൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു ട്രയാങ്കിൾ നമ്മളൊരു വളഞ്ഞ പേപ്പറിൽ, അതെ, അപ്പൊ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു വളഞ്ഞ പേപ്പറിൽ വരച്ചു കഴിഞ്ഞാല് ആ ഇക്വേഷൻ പൈത്തഗോറസ് ഇക്വേഷൻ വർക്കാവില്ല. വേറെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും ആ വളഞ്ഞ പേപ്പറിൽ വർക്കാവുന്നത്.
വളഞ്ഞ പേപ്പർ അത്ര നല്ല എക്സാമ്പിൾ അല്ല, കാരണം വളഞ്ഞ പേപ്പർ ശരിക്കും ഫ്ലാറ്റ് സ്പേസ് തന്നെയാണ്, നമ്മൾ പേപ്പർ വളച്ചു എന്നേ ഉള്ളൂ. ഫ്ലാറ്റ് സ്പേസ് തന്നെയാണ്. ഓക്കെ ആ ഓക്കെ, നമുക്ക് പക്ഷെ വേറെ ഏകദേശം ആ എക്സാമ്പിൾ എടുക്കാം. ഇൻഡ്യൂഷൻ ആണ്. പക്ഷെ ആ ബോൾ എടുത്താൽ മതി. ബോൾ എടുത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മളൊരു ബോൾ, ഒരു വലിയ ബോൾ എടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതെങ്കിൽ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യില്ല. അതെ അതെ, ഒരു ബോളിന്റെ മുകളിൽ വരച്ചാൽ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യില്ല. ഈ രീതിയിൽ രണ്ട് ഓക്കെ, പോയിന്റ് അപ്പം അപ്പൊ നമുക്ക് നമ്മൾ പരിഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പറയൂ. സെബാസ്റ്റ്യൻ ചെയ്തത് റിവേഴ്സ് ഓർഡറിൽ വരികയാണ്. ഇപ്പൊ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യുന്ന ഒരു സർഫേസ് ഉണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ആണ്. അത് വേറൊരു ഇക്വേഷൻ വരുന്നെങ്കിൽ എന്തോ ഒരു കർവേച്ചർ ഉണ്ട്, ബോൾ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കോൺവെക്സ് പോലെയാണ്, കോൺകേവ് പോലെയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾ വരച്ചു നോക്കിയിട്ട് അത് മെഷർ ചെയ്താൽ മനസ്സിലാവും നമ്മൾ അതെ, വരച്ച ഈ പേപ്പർ ഡിസ്റ്റൻസ്, ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന്. അതെ അതെ, ഡിസ്റ്റൻസ് റിലേഷൻ വെച്ച് നമുക്കത് മനസ്സിലാക്കാം. മനസ്സിലാക്കാൻ അപ്പൊ പറ്റും. ഈ ട്രയാങ്കിളിന്റെ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വരച്ച പേപ്പർ ഫ്ലാറ്റ് ആണോ അല്ല ഒരു ബോളിന്റെ മുകളിലാണോ ഒരു ബൗളിന്റെ ഉള്ളിലാണോ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇത്. ശരിക്കും ഓക്കെ എനിക്ക് റീമാൻ ഓക്കെ ആണെന്ന് തോന്നി ഐഡിയ മെയിൻ ആയിട്ട് ഓക്കെ മുന്നോട്ട് വെച്ചത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം നമുക്കിത് വളരെ പല രീതിയിലും ജനറലൈസ് ചെയ്യാൻ കഴിയും. നമ്മളീ പറഞ്ഞ പോലെ തന്നെ അതെ. ബോളിന്റെ സർഫസ് ആണെങ്കിൽ അതിന്റെ ജോമെട്രി അറിയാൻ ഇത്രയും ചോദിച്ചാൽ വാട്ട്സ് ദ ഡിസ്റ്റൻസ് റിലേഷൻ ഇൻ ടേംസ് ഓഫ് ദ കോർഡിനേറ്റ്സ്, അല്ലെ കോർഡിനേറ്റ് ഡിഫറൻസസ് ടു ബി സ്പെസിഫിക്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഡിസ്റ്റൻസ് റിലേഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ദെൻ ജോമെട്രി സ്പെസിഫൈഡ്. അപ്പൊ കർവ്ഡ് സ്പേസ് ആണെങ്കിൽ ഇത്ര സിമ്പിൾ അല്ല, കാരണം നമ്മൾ ഇൻഫിനിറ്റെസിമലി അടുത്തുള്ള രണ്ട് പോയിന്റ്സ് എടുക്കണം. അപ്പൊ നമ്മൾ കുറച്ച് കാൽക്കുലസിന്റെ മെത്തേഡ്സ് പോയി. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക ഡി എസ് സ്ക്വയർ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ. ഇതാണ് കുറച്ചുകൂടെ അക്യുറേറ്റ്. പക്ഷെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല എന്ന് മാത്രം. പക്ഷെ കാൽക്കുലസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കർവ്ഡ് സ്പേസ് ആണ്, കാൽക്കുലസിന്റെ ചില സങ്കേതങ്ങളും കൂടെ ആദ്യം മുതൽ ഉപയോഗിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്പേസ് ടൈമിന് ഒരു ജോമെട്രി ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒരു കർവേച്ചറോ അങ്ങനെ എല്ലാ പോസിബിൾ സ്പേസ് ടൈമിലും ഒരു ട്രയാങ്കിൾ വരച്ചാലും നമുക്ക് എന്താ പറയാ ഈ ഇക്വേഷൻസ് ഫോളോ ചെയ്യണമെന്നില്ല. ഈ പൈത്തഗോറസ് തിയറം വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു തിയറം ആയിരിക്കും വർക്ക് ചെയ്യുക. അതേ കോൺസെപ്റ്റ് നമ്മൾ സ്പേസ് ടൈമിലേക്കും കൊണ്ടുവരാണ്. അതെ. ഓക്കെ, അപ്പൊ ടൈം നമ്മൾ സ്പേസ് പോലെ വേറൊരു ആക്സസ് മാത്രമായിട്ടാണ് കാണുന്നത്. വേറെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും ഇല്ല. ഒരു 4 ഡയമെൻഷനൽ സാധനം, 4 ഡയമെൻഷൻസ് ഓഫ് സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കൺസെപ്ച്വലി കണ്ടത് അങ്ങനെയാണ്. അതെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോർഡിനേറ്റ് മാത്രമാണ്. കോർഡിനേറ്റ് മാത്രമാണ്, സ്പേസ് പോലെ. ഈ സ്പേസ് ടൈമിന് ഒരു ജോമെട്രി ഉണ്ട്. സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്താണെന്നാണ് യഥാർത്ഥത്തിൽ സ്പെസിഫിക് തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. സ്പെസിഫിക്കലി ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ള ആക്ച്വലി സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആക്ച്വലി ആദ്യം മനസ്സിലാക്കിയത് മിങ്കോവ്സ്കിയാണ്, ഐൻസ്റ്റൈൻ അല്ല, മിങ്കോവ്സ്കിയാണ്. ഐൻസ്റ്റൈന്റെ പ്രൊഫസറായിരുന്നു. അപ്പൊ ഐൻസ്റ്റൈൻ ആദ്യം ഈ ഐഡിയ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പിന്നീട് ഐൻസ്റ്റൈൻ ഈ ഐഡിയയിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി, ഇതൊരു ജോമെട്രി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടത്, നമ്മൾ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത് നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ ശ്രമിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ഡിസ്റ്റൻസും ടൈമും തമ്മിൽ ഡിസഗ്രി ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ഫെർദർ കൊണ്ടുപോവാണ്. ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ സ്പേസ് ടൈമിന്റെ ജോമെട്രിയിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, സ്പേസ് ടൈമിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രി ഉണ്ട്. ആ ജോമെട്രിയുടെ കോൺസിക്വൻസ് ആയിട്ട് ലൈറ്റിന്റെ സ്പീഡിന്റെ കോൺസ്റ്റൻസിയെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇത് ആക്ച്വലി ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, കാരണം ടിയും എക്സും വേറെ വേറെ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ടി നമ്മൾ മെഷർ ചെയ്യുന്ന സെക്കൻഡ്സിലും എക്സ് മെഷർ ചെയ്യുന്നത് മീറ്റർ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കാന്ന് പറയുന്നത് ശരിയല്ല. അതിന് നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്യാവുന്ന കാര്യം, ഇത് കറക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ വേറെ തരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റം എടുക്കുക, ടൈമിനും സ്പേസിനും ഒരേ യൂണിറ്റ്സ് ഉള്ള യൂണിറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഒരേ യൂണിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് ഒരേ യൂണിറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഉദാഹരണത്തിന് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ നമ്മൾ ടൈം എടുക്കുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ ഡിസ്റ്റൻസിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ ടൈമിന്റെ
യൂണിറ്റ്സ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അതിനെ ഒരു സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഈ സ്പീഡ് എന്ത് സ്പീഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇവിടെ? ഓൾറെഡി നമുക്ക് സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു സ്പീഡ് തരുന്നുണ്ട്. ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അല്ല, നമ്മൾ ദിസ് ഇസ് അനദർ വേ ഓഫ് റൈറ്റിംഗ് ഇറ്റ്, ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ, എക്സ് എന്നുള്ള ടൈമിന്റെ യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റി. ഇത് യൂണീക്ക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം എല്ലാവരും സി എന്നുള്ള സ്പീഡ് തന്നെയാണ് ലൈറ്റിന്റെ എന്നുള്ളത് എഗ്രി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. സ്പീഡിന്റെ ഡയമെൻഷൻ എടുത്തിട്ട് ഇങ്ങനെ ഈ ഇക്വേഷനിൽ ഈ സി സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ടൈം റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ആക്സിസും എല്ലാം ടൈമിന് നമ്മൾ ഡിസ്റ്റൻസിനെ നമ്മൾ ടൈമിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതെ, ഓക്കെ ഫൈൻ. രണ്ട് യൂണിറ്റ്സ് സെയിം ആക്കി. ഓക്കെ. അപ്പൊ ഇതാണ് ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം. ഇതാണ് ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം എന്നാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറൊരു കാര്യം, നമുക്ക് സ്പേസ് ടൈം ഏകദേശം ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, നമ്മൾ സ്പേസ് വീണ്ടും എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഇവിടെ ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. അപ്പൊ ഇതിൽ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഈ രണ്ട് പോയിന്റ് ഇടയിൽ പല വഴി കൂടെ നമുക്ക് സഞ്ചരിക്കാം അല്ലേ? ഒരു വഴി, സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല പോസിബിൾ ആയിട്ടുള്ളത്, പല വഴികളിൽ കൂടെ സഞ്ചരിക്കാം അല്ലേ? ഇങ്ങനെ കറങ്ങി വരാം, ഇങ്ങനെ കറങ്ങി വരാം. നമ്മളൊരു കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഡിഫറെന്റ് ആയിരിക്കും. നമ്മളെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ പരിചയമുള്ള കാര്യമാണ് അല്ലേ? പല വഴിക്ക് പോകാനോ രണ്ട് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എലോങ് എ പാത്ത് എന്നുള്ളൊരു കോൺസ്റ്റന്റ്, ഡിസ്റ്റൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് എലോങ് എ പാത്ത്, ഒരു പെർട്ടിക്കുലർ വഴി കൂടെയുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ സ്പേസിൽ ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? ഒരു ഓഡോമീറ്റർ എന്നാണ് അതിന് പറയുക അല്ലെ? നമ്മുടെ കാറിലൊക്കെ ഉള്ള കിലോമീറ്റേഴ്സ്, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിലല്ലേ ഈ സാധനം ഓഡോമീറ്റർ കൊണ്ടുപോയാൽ മതി. ഓഡോമീറ്റർ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്തിലൂടെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ആലിസ് ഈ വഴിക്കാണ് ഈ പോയിന്റിലേക്ക് ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്ക് ഈ വഴിക്കാണ് സഞ്ചരിച്ചത്. ബോബ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഇതാണ് എടുത്തതെങ്കിൽ നമുക്കറിയാം ആലിസിന്റെ ഓഡോമീറ്റർ, ഇത് ആലിസ്, ഇത് ബോബ്. ആലിസിന്റെ ഓഡോമീറ്റർ റീഡിംഗ് ബോബിന്റെ ഓഡോമീറ്റർ റീഡിങ്ങിനെക്കാളും കൂടുതലായിരിക്കും നമുക്കറിയാം. ആലിസ് കുറേ കൂടി കിലോമീറ്റർ ഓടി ഉണ്ടാവും. അതെ, കൂടുതൽ കിലോമീറ്റർ ഓടി. ഇത് ആക്ച്വലി ജിയോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഈ മിങ്കോവ്സ്കി ജിയോമെട്രി ഉപയോഗിച്ച് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം മാത്തമാറ്റിക്കലി. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇതിലുള്ള ഈ ആലിസിന്റെ പാത്ത് എടുക്കുക, അതിനെ ചെറിയ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സെഗ്മെന്റിന്റെയും ഡിസ്റ്റൻസ് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഈ ബോബിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൺക്ലൂഷൻ തന്നെ കിട്ടും. ആലിസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബോബ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെക്കാളും കൂടുതലാണെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് എലോങ് എ പാത്ത് അല്ലെങ്കിൽ ഓഡോമീറ്റർ, ഇത് നമ്മളിപ്പോ ചെയ്തൊരു ഇതൊരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. ഇത് നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇൻ സ്പേസ്, യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇതാണ്. നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം. വൈ എക്സ് രണ്ട് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഈ പോയിന്റും എടുക്കാം. ഓക്കെ, എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും. അപ്പൊ നമുക്ക് രണ്ട് പാത്ത്സ് എടുക്കുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഓക്കെ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബോബിന്റെ പാത്ത്. മറ്റൊന്ന് എയിൽ നിന്ന് സിയിലേക്ക് പോയിട്ട് പിന്നെ ബിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് ദിസ് ഇസ് ലെസ് ദാൻ എ സി പ്ലസ് സി ബി അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ്.
അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് AC+BC. ഇത് ആക്ച്വലി ഈ പൈത്തഗോറസ് അല്ലെങ്കിൽ ഈ എന്താണ് യൂക്ലിഡിയൻ ജോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. എന്റെ പ്രൂഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ സ്പേസ് ടൈമിലേക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ വീണ്ടും സ്പേസ് ടൈം ജോമെട്രി നോക്കുക. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എല്ലാം ടൈമിന്റെ യൂണിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള സ്പേസ് ടൈം ഡിസ്റ്റൻസ് അല്ലെ മിങ്കോസ്കി സ്പേസിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈമാണ്, ഒരു ടൈം ഇന്റർവൽ ആണ്. അത് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ വീണ്ടും മനസ്സിലാവും. വീണ്ടും നമ്മൾ A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും എടുക്കുകയാണ്. അപ്പൊ ഇതില് അനങ്ങാതെ നിൽക്കുന്ന ഒരാള്, റെസ്റ്റിലുള്ള ഒരാൾ, ഈ പോയിന്റിലും ഈ പോയിന്റ്, അതായത് ഈ സ്പേസ് ടൈമിൽ റെസ്റ്റിലുള്ള ഒരാളെ അപേക്ഷിച്ചിടത്തോളം ഇവിടെ കടന്നുപോയ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇയാൾ സ്പേസിൽ ട്രാവൽ ചെയ്തിട്ടില്ല, ടൈമിൽ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, അല്ലേ? ശരിയല്ലേ? അതെ, ടൈമിൽ മാത്രം മൂവ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, 11 മണിക്ക് ഈ പോയിന്റിലെത്തി. അപ്പൊ ഇയാൾ സ്പേസിൽ എവിടെയും മൂവ് ചെയ്തില്ല, കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ സ്പേസ് ടൈമിൽ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇയാളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ്, അല്ലേ? സ്പേസ് ടൈമിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് അറിയണമെങ്കിൽ എത്ര സമയം കടന്നുപോയി നോക്കിയാൽ മതി. റൈറ്റ്, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ കേൾക്കുന്നില്ലേ? വീണ്ടും സ്പേസിലേക്ക് വരികയാണ്. സ്പേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഇയാൾ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഇയാൾ ഉപയോഗിക്കുന്ന ഓഡോമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ക്ലോക്കാണ്. സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഇയാൾ മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇയാൾ സ്പേസിൽ റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇയാൾ ഒരു ക്ലോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ എത്ര ദൂരം ഇയാൾ സഞ്ചരിച്ചു എലോങ് ദിസ് പെർട്ടിക്കുലർ ട്രജക്ടറി എന്നുള്ള ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അനാലജി നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാണ്. ക്ലോക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്, ക്ലോക്സ് ടേക്ക് ദ പ്ലേസ് ഓഫ് ഓഡോമീറ്റേഴ്സ് ഇൻ സ്പേസ് ടൈം. അപ്പൊ സ്പേസിൽ ഓഡോമീറ്റർ എന്താണോ ചെയ്യുന്നത്, ഇതേ കാര്യമാണ് സ്പേസ് ടൈമിൽ ഒരു ക്ലോക്ക് ചെയ്യുന്നത്. ഇനി ഈ വേറൊരു പാത്ത് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു പാത്ത് എടുക്കാം. ആദ്യം C എന്നുള്ള ഒരു പോയിന്റിലേക്ക് പോയി, എന്നിട്ട് B എന്നുള്ള പോയിന്റിലേക്ക് വരികയാണ്. ഡിസ്റ്റൻസ് എല്ലാം ഇത് വേറെ ട്രജക്ടറിയാണ്. ഈ ട്രജക്ടറിയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? ഈ ട്രജക്ടറിയിലൂടെ ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. ആദ്യം Aയിൽ നിന്ന് Cയിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോകുക, എന്നിട്ട് Cയിൽ നിന്ന് Bയിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോകുക. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഈ മിങ്കോവ്സ്കി ജോമെട്രിയുടെ ഇത് നോക്കുകയാണ്. നമ്മൾ എന്താണ് യൂക്ലിഡിയൻ ജോമെട്രിയിൽ ഇടയിൽ ഒരു പ്ലസ് സൈൻ ആണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് AB ലെസ് ദാൻ AC പ്ലസ് CB എന്ന് കിട്ടിയത്. ഓക്കെ, അതേസമയം നമ്മൾ മിങ്കോവ്സ്കി ജോമെട്രി നോക്കുകയാണെങ്കിൽ ഇടയിൽ ഒരു മൈനസ് സൈൻ ആണുള്ളത്. അപ്പൊ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെയുള്ള ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇങ്ങനെയാണ്. യു വിൽ സീ ദാറ്റ് AB is greater than AC plus BC എന്ന് കാണാൻ കഴിയും. ഓക്കെ, അതായത് ഇത് പ്രൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, ബട്ട് അതിന്റെ ആവശ്യമില്ല. ഇത് ഏകദേശം ക്ലിയർ ആണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത്രേ ഉള്ളൂ. അതായത് സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ സ്പേസ് ടൈമിലുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ട്രജക്ടറീസ് correspond to longest Minkowski distance. ഓക്കെ അല്ലേ? അതേസമയം സ്പേസ് എടുക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ട്രജക്ടറീസ് കറസ്പോണ്ട് ടു ഷോർട്ടസ്റ്റ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. അത് എഴുതണ്ടല്ലോ, ക്ലിയർ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ് ഷോർട്ടസ്റ്റ്. ഇവിടെ കോൺസിക്വൻസ് ആണ് ഈ കാര്യം. ഓക്കെ, ഇനി ഇതിന് വേറെ പേര് പ്രാക്ടിക്കലി ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അനങ്ങാണ്ട് നിന്നാല് ഞാൻ സ്പേസ് ടൈമിലേക്ക് കൂടി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് പോകുന്നതാണോ? രണ്ട് സ്പേസ് ടൈം പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ മൂവ് ചെയ്താലാണ് ഒരു മൂവിങ് ക്ലോക്ക് ആണ് ഫാസ്റ്റർ ത്രൂ സ്പേസ് ടൈം. ഇതാണോ അതിന്റെ? അല്ല, ഇത് അതിലേക്ക് നമുക്ക് വരാം.
അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഏജിങ് ഓഫ് ട്വിൻസ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് തൽക്കാലം കാണുന്നത് എ ബി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറീസ് കറസ്പോണ്ട് ടു ലോങ്സ്റ്റ് മിങ്കോസ്കി ഡിസ്റ്റൻസ്. ഈ മിങ്കോസ്കി ഡിസ്റ്റൻസിന് വേറെ പേരുണ്ട്. ദിസ് ഇസ് കോൾഡ് പ്രോപ്പർ ടൈം. ഓക്കെ, ഇപ്പൊ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് മിങ്കോസ്കി ഡിസ്റ്റൻസ് തന്നെയാണ്. അതായത് 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള മിങ്കോസ്കി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനെന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ആണെങ്കിൽ ഒരു ഇവന്റിൽ നിന്ന് വേറെ ഇവന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഒരു ഇവന്റിൽ നിന്ന് വേറെ ഇവന്റിലേക്ക് ക്ലോക്ക് കൊണ്ടുപോകുമ്പോൾ ആ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ് ആ ട്രജക്ടറിയുടെ പ്രോപ്പർ ടൈം. ആ ട്രജക്ടറിയായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത പാത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം. സ്പേസിൽ നമ്മൾ സ്വീകരിച്ച പാത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് സ്പേസ് ടൈമിൽ 2 ഇവന്റ്സിന്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് പാത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം ആണ് നമ്മൾ പറയുന്നത്. അത് മെഷർ ചെയ്യുന്ന ക്ലോക്ക് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. മിങ്കോസ്കി ഡിസ്റ്റൻസ് ഉള്ളതിന് വരെ നമുക്ക്, കാരണം നമ്മൾ ടൈമിന്റെ ടേംസിലാണ് എഴുതുന്നത്. വിൽ കോൾ ദ പ്രോപ്പർ ടൈം. ഈ പ്രോപ്പർ എന്നുള്ളത് ആക്ച്വലി പ്രോപ്പർ എന്നുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാം, അതുകൊണ്ട് ചോദിച്ചു. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ് അർത്ഥം. ഓൺ ടൈം. ആക്ച്വലി ഇത് പ്രോപ്പർ എന്നുള്ളത് കുറച്ചൊരു മോശം ട്രാൻസ്ലേഷൻ ആണ്. ഓൺ ടൈം, പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ഓൺ ടൈം. അതായത് ട്രജക്ടറിയുടെ ഓൺ ടൈം, ട്രജക്ടറിയുടെ പ്രോപ്പർ ടൈം. അതായത് ഈ ട്രജക്ടറിയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ട്രജക്ടറിയിലൂടെ നമ്മൾ ക്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉള്ള സമയം എന്താണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇത്ര സമയം കണ്ടത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. ഓക്കെ, ഓഡോമീറ്റേഴ്സ് മെഷർ ഡിസ്റ്റൻസസ് ഇൻ സ്പേസ്, ക്ലോക്സ് മെഷർ ഡിസ്റ്റൻസ് ഇൻ സ്പേസ് ടൈം. ഈ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് പ്രോപ്പർ ടൈം. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി കണ്ടു. ഇപ്പൊ 2 പോയിന്റ്സ് ഉണ്ട്. ഇത് സ്പേസ് ടൈമിലുള്ള 2 പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിന്റെ ഇടയിൽ നമ്മൾ പല ട്രജക്ടറീസ് പോസിബിൾ ആണ്. സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറി, അതായത് ഇവിടെ തന്നെ അനങ്ങാൻ നിൽക്കുകയാണ്, സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലോങ്ങർ ട്രജക്ടറി എടുക്കാം. ഇതിനേക്കാളും ലോങ്ങർ അല്ല, കാഴ്ചയിൽ ലോങ്ങർ ആയിട്ട് ട്രജക്ടറി എടുക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ കൺക്ലൂഡ് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം എന്നാണ്, അല്ലേ? സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം, അല്ലേ? അപ്പൊ ഇതാണ് ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം. ഈ ക്ലോക്കിൽ നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്ലോക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ആ ക്ലോക്കിൽ 11 മണിയായി. ഇനി വേറൊരു ക്ലോക്ക് നമ്മൾ ചെയ്യുന്നത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്പേസ് ടൈമിലൂടെ ഒരു ഡിഫറെന്റ് ട്രജക്ടറി, സ്ട്രേറ്റ് ലൈൻ അല്ലാത്തൊരു ട്രജക്ടറി എടുത്താണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പൊ അതിൽ 10:40 ആയി. ഇനി ഇവിടെ മൂന്നാമത്തെ ക്ലോക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് വീണ്ടും 10 o'clock സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രജക്ടറി എടുക്കുകയാണ്. ഇത് ഏറെക്കുറെ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റഡ് ആണ്. ഇത് കുറെ കൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രജക്ടറിയാണ്, അല്ലേ? കുറെ കൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രജക്ടറി എടുക്കുമ്പോൾ ഇതിൽ 10:15 ആയിട്ടുള്ളൂ. അപ്പൊ ഡിഫറെന്റ് ക്ലോക്കുകളിൽ ഡിഫറെന്റ് സമയമാണ് കടന്നു പോയിരിക്കുന്നത്. ഇതെല്ലാം ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ പോയിന്റിൽ എത്തിയ ക്ലോക്കുകളാണ്. ഇതിലെല്ലാം സമയം ഡിഫറെന്റ് ആണ്. കാരണം ഇതെല്ലാം സ്പേസ് ടൈമിലുള്ള ഡിഫറെന്റ് ട്രജക്ടറീസ് ആണ്. ഇതൊരു ട്രജക്ടറി, ഇത് രണ്ടാമത്തെ ട്രജക്ടറി, ഇത് മൂന്നാമത്തെ ട്രജക്ടറി. അപ്പൊ നമ്മൾ സ്പേസിൽ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് പാത്ത്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ പാത്തിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അലോങ് ദ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഈ കേസിൽ പറയുകയാണെങ്കിൽ പ്രോപ്പർ ടൈം അലോങ് ദ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം പ്രോപ്പർ ടൈം ആണ് ഡിസ്റ്റൻസിന് സമാനമായിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി. അത് മെഷർ ചെയ്യുന്ന ക്ലോക്കുകളാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡിൽ ട്രാവൽ ചെയ്ത് നമ്മൾ, ഇത് റെസ്റ്റിലുള്ള ക്ലോക്കാണ്. ഇത് ഈ ക്ലോക്കിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ക്ലോക്കാണ്. ഇത് അതിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ക്ലോക്കാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ആണ് നേരത്തെ നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 ക്ലോക്കുകൾ സിങ്ക്രണൈസ് ചെയ്യുക. ഓക്കെ, ഒന്നിനെ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്തുക, സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്തുക. ഓക്കെ, ഈ പോയിന്റിൽ തന്നെ നിലനിർത്തുക. അടുത്തതിനെ ഈ പോയിന്റിൽ നിന്ന് ഒരു ഹൈ സ്പീഡ് ജേർണിയിലേക്ക് എത്തിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇത്ര സ്പീഡിൽ പറ്റില്ല, ഒരു ഹൈ സ്പീഡ് ജേർണിയിൽ എത്തിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഈ ക്ലോക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ എർത്തിൽ ഉണ്ടായിരുന്ന ക്ലോക്കിൽ കടന്നുപോയ സമയത്തെക്കാളും കുറവായിരിക്കും ഈ കർവ്ഡ് ട്രജക്ടറി എടുത്ത, അല്ലെങ്കിൽ കർവ്ഡ് ട്രജക്ടറി എന്ന് പറയാം, അല്ലെ? വളഞ്ഞ വഴി സ്വീകരിച്ച ക്ലോക്കിൽ ഉണ്ടാകും. അപ്പം വെറുതെ ടൈമിൽ ഇരിക്കുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് നമ്മള്
കുറച്ച് മൂവ്മെന്റ് നടത്തിയിട്ട് തിരിച്ച് അതേ ടൈമിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ക്ലോക്സ് സ്ലോവർ ആയിരിക്കും. അതെ, അതിന്റെ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടും, ആ ക്ലോക്കിൽ കടന്നുപോയ സമയവും കുറവായിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ 2 സിങ്ക്രണൈസ്ഡ് ക്ലോക്ക് എടുത്തു. അതിലൊരു ക്ലോക്ക് നമ്മൾ ഗ്രൗണ്ട് ലെവൽ സീ ലെവൽ എർത്തിൽ വെക്കുന്നു, വേറൊരു ക്ലോക്ക് നമ്മൾ ഒരു ജെറ്റിൽ കയറ്റിയിട്ട് ഒരു വലിയൊരു ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ച് അതേ ടൈം സ്പേസ് ടൈം പോയിന്റിലേക്ക് വരുന്നു. ആദ്യത്തെ ക്ലോക്കിന്റെ അടുത്തേക്ക് തന്നെ ജെറ്റ് വരുന്നു. പിന്നെ 2 വേറെ ക്ലോക്കും space time കമ്പയർ point ചെയ്ത് ആണ്. നോക്കുമ്പോൾ ആ അതെ, വേറെ സ്പേസ് ടൈം പോയിന്റ് ഒരേ ടൈം, അതേ ടൈം തിരിച്ചൊരു അതെ അവിടെ തിരിച്ചു വരുന്നു. 2 ക്ലോക്കും വീണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ജെറ്റിൽ ഉണ്ടായ ക്ലോക്ക് കുറച്ചും കൂടി സ്ലോവർ ആണ്. അതെ, അതിന്റെ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ രീതിയിൽ. ഇത് ആ എക്സ്പെരിമെന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, എർത്തിലുള്ള ക്ലോക്ക് 11 മണിയായി. പക്ഷെ ജെറ്റിൽ പോയി തിരിച്ചു വന്നതിൽ 10:40 ആയിട്ടുള്ളൂ. അതായത് 40 മിനിറ്റ് ഈ ട്രജക്ടറിയിലൂടെ പോയപ്പോൾ കടന്നു പോയിട്ടുള്ളൂ. ഈ സ്ട്രൈറ്റ് ലൈൻ ട്രജക്ടറി കൂടെ കടന്നു പോയപ്പോൾ 1 മണിക്കൂർ കടന്നുപോയി. അപ്പൊ ഇത് ഈ ഇൻറ്റ്യൂഷൻ ആക്ച്വലി സ്പേസിലുള്ള ഇൻറ്റ്യൂഷൻ പോലെ തന്നെയാണ്. നമ്മൾ ഡിഫറെന്റ് ട്രജക്ടറിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ദൂരം സഞ്ചരിക്കും, അല്ലെ? ഇപ്പൊ നമ്മള് എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് ആലുവ വഴി പോയാലും കോട്ടയം വഴി പോയാലും ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് സ്പേസിലാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതേസമയം സ്പേസ് ടൈമിലാണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം എന്നുള്ളതാണ്. അതെ, അപ്പൊ നമുക്ക് ടൈം സേവ് ചെയ്യണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് മൂവ് ചെയ്യണം. അതെ, ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി, ഇങ്ങനത്തെ ഒരു സ്പേസ് ടൈമിലേക്ക് പോകുന്ന ഡിസ്റ്റൻസും ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ്. അപ്പം ഇനി എന്താ നെക്സ്റ്റ് എന്താണ്? ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് സ്പേസ് ആണ്. ഓക്കെ, ഇത് മീറ്റർ ആണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. 30 മീറ്റർ പോയിന്റ് ആണ്, ഇത് 80 മീറ്റർ പോയിന്റ് ആണ്. അപ്പൊ ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 80 - 30 എടുത്താൽ മതി, അല്ലെ? പക്ഷെ ഈ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതല്ല നമ്മൾ എടുക്കുന്ന ട്രജക്ടറി, എല്ലാ ട്രജക്ടറിയിലൂടെയും ഉള്ള ഡിസ്റ്റൻസ്. ഇതൊരു വളഞ്ഞ വഴിയാണ്. എത്തിയിരിക്കുന്നത് 30 നിന്ന് 80 തന്നെയാണ്. പക്ഷെ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 80 - 30 അല്ല. ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 80 - 30 അല്ല. ഇതേ രീതി തന്നെയാണ് ക്ലോക്കിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ സ്പേസ് ടൈമിലൂടെ 2 പോയിന്റ്സിന്റെ ഇടയിൽ ക്ലോക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ ടൈം കോർഡിനേറ്റ് നമുക്ക് മെഷർ ചെയ്യാം. ടി എന്നുള്ള ടൈം കോർഡിനേറ്റ് പിടിച്ച് ചെയ്ത് നമ്മളിപ്പോ 0 എന്നുള്ള സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്, 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയെന്ന് കരുതുക. അപ്പൊ ഇവിടെ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, കോർഡിനേറ്റ്സ് 10 മണിക്കൂറാണ്. പക്ഷെ ഈ കോർഡിനേറ്റ് ഡിഫറൻസും ഈ ഡിഫറെന്റ് പാത്തിലൂടെ ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസും കടന്നു പോകുന്ന സമയവും സെയിം അല്ല. അത്രേ ഉള്ളൂ, സെയിം അല്ല. നമ്മൾ അനങ്ങി നമ്മൾ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മളെ ടൈം നമ്മൾ സേവ് ചെയ്ത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ലോക്കില് എങ്ങനെ അല്ല അവിടെ സ്ട്രെയിറ്റ് വെറുതെ ഇരുന്നെങ്കിൽ 10 മണിക്കൂർ ആവുന്നത് നമ്മൾ കുറച്ച് മൂവ്മെന്റ് ഒക്കെ നടത്തിയോണ്ട് ചിലപ്പോ 9 മണിക്കൂറും അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. നമ്മുടെ ക്ലോക്കിൽ 9 മണിക്കൂർ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഇത് കാരണം നമുക്ക് ടൈമിന്റെ കാര്യത്തിൽ ഇൻറ്റ്യൂഷൻ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10 മണിക്ക് തിരിച്ചെത്തി, അങ്ങനെയാണ് 1 മണിക്കൂർ കടന്നുപോയി, 10 - 9. പക്ഷെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ദൂരം സഞ്ചരിച്ച് വരുന്നെങ്കിൽ ആ ക്ലോക്കിൽ കടന്നുപോയ സമയം എന്ന് പറയുന്നത് 10 - 9 ആയിരിക്കില്ല എന്നുള്ളതാണ്. കോർഡിനേറ്റ് ഡിഫറൻസ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇനി ടൈം നമ്മൾ നേരത്തെ കണ്ട ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ആണ്, നമ്മൾ കുറച്ച് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അതേ ടൈമിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് ടൈം സേവ് ചെയ്തിരിക്കും എന്നുള്ളത്. അതെ, അതായത് ഈ 2 ഡിഫറെന്റ് ടൈം ആണ്. ഇവിടെ 0 ഇവിടെ 10 മണിയാണ്, 0 സ്റ്റാർട്ട് ചെയ്ത് 10 തിരിച്ചെത്തി. ഇനി സേവ് ചെയ്തു എന്നുള്ള വാക്കിനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ. ആക്ച്വലി നമ്മൾ സമയം സേവ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ക്ലോക്കിൽ 10 മണിക്കൂർ കടന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ഈ ക്ലോക്കിൽ 2 മണിക്കൂർ കടന്നു പോയിട്ടുള്ളൂ എന്ന് കരുതുക. ഈ റൗണ്ട് ട്രിപ്പ് അടിച്ച ക്ലോക്കിൽ 2 മണിക്കൂർ കടന്നു പോയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പൊ നമ്മൾ ഈ ഒബ്സർവർ, നമ്മൾ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വർഷം ഇത് 2 വർഷമാണെന്ന് കരുതുക. ഇവിടെ ഭൂമിയിൽ ഭൂമിയിൽ നിന്ന ആളെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കടന്നുപോയി. ഇയാളെ സംബന്ധിച്ചിടത്തോളം 2 വർഷം ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇയാൾ 2 വർഷം ജീവിച്ചിട്ടുള്ളൂ.
2 വർഷം കൊണ്ട് വായിക്കാവുന്ന പുസ്തകങ്ങളെ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് കാണാവുന്ന സിനിമകള്, ചിന്തകള്, ഹാർട്ട് ബീറ്റ്സ് അത്ര ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതെ. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ പോലെയാണ്. അതെ അതെ. നമ്മൾ വേറൊരു എഫക്റ്റ് ആണ്. പക്ഷെ അതേ കാണാൻ അതേപോലെ ഉണ്ട്. ഒരാൾക്ക് 2 മണിക്കൂർ, വേറൊരാൾക്ക് 10 മണിക്കൂർ. അതെ അതെ. പക്ഷെ ഇയാൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുള്ളൂ. അത്രയും ചിന്തകളെ ചിന്തിച്ചിട്ടുള്ളൂ, അത്ര ഹാർട്ട് ബീറ്റ് ഉണ്ടായിട്ടുള്ളൂ, അത്ര സമയം അയാൾ ഉറങ്ങുന്ന സമയം, അതെല്ലാം അത് തന്നെയുള്ളൂ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ട്വിൻ, ഏജിങ് ഓഫ് ട്വിൻസിലേക്ക് എത്തുന്നത്. പിന്നെ പലപ്പോഴും ട്വിൻ പാരഡോക്സ് എന്ന് പറയാറുണ്ട്. നമുക്കിപ്പോ തൽക്കാലം പാരഡോക്സിക്കൽ ആയിട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് പാരഡോക്സ് എന്നുള്ള വാക്ക് ഒഴിവാക്കാം. ഏജിങ് ഓഫ് ട്വിൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു പെയർ ഓഫ് ട്വിൻസ് ഉണ്ട്. ട്വിൻസ് എന്ന് പറഞ്ഞ ഇരട്ടകൾ. അവരുടെ ഒരു 20ാമത്തെ ബർത്ത്ഡേയിൽ അവർ തീരുമാനിക്കുകയാണ് ഒരാൾ എർത്തിൽ തന്നെ നിൽക്കുകയാണ്, മറ്റേയാൾ ഹൈ സ്പീഡ് ജേണിക്ക് പോവാണ്, അടുത്തുള്ള ഗാലക്സിയിലേക്ക് മറ്റേ പോയിട്ട് വരികയാണ്. ലൈറ്റിന്റെ സ്പീഡിനോടുള്ള അടുത്ത സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കാലണ്ടർ ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ട്വിൻസിന് ഒരേ ഏജ് ആണ് ഉണ്ടാകുക. തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന ആള്, ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ നിലനിന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയത്തെക്കാളും വളരെ കുറവാണ്. അപ്പൊ അവരുടെ ഏജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 20 വയസ്സുള്ളപ്പോഴാണ് പോയതെങ്കിൽ തിരിച്ചെത്തി മീറ്റ് ചെയ്യുമ്പോൾ ഏർത്തിലുള്ള ആൾക്ക് 60 വർഷവും ഈ തിരിച്ചു വന്ന ആൾക്ക് 25 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഏജിങ് ഓഫ് ട്വിൻസ് എന്ന ഫേമസ് ആയിട്ടുള്ള എഫക്ട്. ഇതിന്റെ കാരണം ഇവർ സ്പേസ് ടൈമിൽ ഡിഫറെന്റ് റൂട്ട്സ് ആണ് എടുത്തത് എന്നുള്ള മാത്രമാണ്. അതെ. അപ്പൊ നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കണ്ടതെങ്കിൽ ഈ എഫക്ട് ഉണ്ടാവും. അതെ അതെ. ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ള ഫാക്ടിനെ നമ്മൾ ഈ ജോമെട്രിയുടെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ജോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. അത് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ജോമെട്രിയുടെ കോൺസിക്വൻസ് ആവുന്നത്. ഓക്കെ, അത് പറയാം. വിൽ ട്രൈ. അപ്പൊ ഇതാണ് ശരിക്കും ഏജിങ് ഓഫ് ട്വിൻസ്. നമ്മൾ വേൾഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഇത് ഒരു പെയർ ഓഫ് ട്വിൻസ് ആണ്. ഒരാൾ എർത്ത് ലൈൻ നിന്ന്, അയാളുടെ വേൾഡ് ലൈൻ സ്ട്രേറ്റ് ലൈൻ ആണ്. പക്ഷെ സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്ങർ പ്രോപ്പർ ടൈം. മറ്റേയാളുടെ അടുത്ത് സ്പേസ് ടൈം ട്രജക്ടറി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ അയാളുടെ ക്ലോക്കിൽ കുറവ് സമയം കടന്നു പോയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ ഏജിൽ മാറ്റം വന്നു. ഒരു മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഏജിൽ മാറ്റം വന്നു. ഇത് നമ്മൾ നേരത്തെ ക്ലോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു തന്നെയാണ്. ക്ലിയർ ആണ്. അപ്പൊ ഇതിൽ പലപ്പോഴും ട്വിൻ പാരഡോക്സ് എന്ന് പാരഡോക്സിക്കൽ ആയിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിൽ പാരഡോക്സ് ഒന്നുമില്ല. അതിന്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർ ടൈം ഉണ്ടല്ലോ, പ്രോപ്പർ ടൈം എലോങ് എ പാത്ത്, ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ഈ പ്രോപ്പർ ടൈം എലോങ് എ പാത്ത് എന്ന് പറയുന്ന കാര്യം അതൊരു ഡിസ്റ്റൻസ് ആണല്ലോ. ഇത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പലരും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പലരും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട്സ് ദ പ്രോപ്പർ ടൈം എലോങ് ദിസ് ബ്ലൂ ലൈൻ പാത്ത്, ബ്ലൂ ലൈൻ ട്രജക്ടറി എന്ന് ചോദിച്ചാൽ ഏത് ഇനർഷ്യൽ ഫ്രെയിമുള്ള ഒബ്സർവർ ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, വാട്ട്സ് ദ പ്രോപ്പർ ടൈം എലോങ് ദ ഗ്രീൻ ട്രജക്ടറി എന്ന് ചോദിക്കുകയാണെങ്കിലും എല്ലാ ഒബ്സർവേഴ്സും, എല്ലാ ഇനർഷ്യൽ ഫ്രെയിമുള്ള ഒബ്സർവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ സെയിം ആയിരിക്കും. അതായത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈം പോലെയല്ല, ഡിസ്റ്റൻസ് പോലെയല്ല. അല്ല, പ്രോപ്പർ ടൈം ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഒബ്സർവർ ഇൻഡിപെൻഡന്റ്. അപ്പൊ നമ്മൾ സാധാരണ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയും. പക്ഷെ ആക്ച്വലി റിലേറ്റിവിറ്റി ചെയ്യുന്നത് ചില കാര്യങ്ങൾ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അബ്സല്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യും കൂടിയാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈമും സ്പേസും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രോപ്പർ ടൈം യൂസ് ചെയ്താൽ എല്ലാം എന്താ പറയാ, റിലേറ്റിവിറ്റി ഒന്നും ഇല്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. പ്രോപ്പർ ടൈം എല്ലാവർക്കും ഒരേപോലെയാണ്, ടൈമും സ്പേസും പോലെയല്ല. അതെ, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ട്രജക്ടറിയിലൂടെയുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും അത് എഗ്രി ചെയ്യും. അത് സ്പേസിന്റെ കാര്യത്തിൽ സെയിം ആണ്. നമ്മൾ സ്പേസ് എടുക്കുകയാണ്, XY എടുക്കുകയാണ്. ഇപ്പൊ ഈ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ എല്ലാവരും എടുത്തോളുന്നില്ല. ഇപ്പൊ ഇവിടെ 2 ട്രജക്ടറി എടുത്തു. ഓക്കെ, അപ്പൊ ഇത് ട്രജക്ടറി 1, ഇത് ട്രജക്ടറി 2 സ്പേസിലൂടെ. അപ്പൊ നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ്, ട്രജക്ടറി 1ലൂടെയുള്ള ഓഡോമീറ്റർ റീഡിംഗ് എന്താണ്, ട്രജക്ടറി 2ലൂടെയുള്ള ഓഡോമീറ്റർ റീഡിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഇത് എഗ്രി ചെയ്യും. അപ്പൊ ഈ ഇങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കണമെന്നില്ല, നമുക്ക് വേറെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം.
ഇങ്ങനെ എക്സ് പ്രൈം വൈ പ്രൈം എന്നുള്ള വേറെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. അപ്പൊ ഈ ഇവന്റ്സിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ എന്താണെന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാം ഡിസ്അഗ്രി ചെയ്യും. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും എഗ്രി ചെയ്യും. ഓക്കെ, ഈ 1ഉം 2ഉം ആൾക്കാർ എത്ര ഡിസ്റ്റൻസ് ആണ് ഈ വഴി കൂടെ ട്രാവൽ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. കോർഡിനേറ്റ് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ വെക്കുന്ന കാര്യങ്ങളാണ്. ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് ഓഡോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ സ്പേസ് ടൈം കോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. എല്ലാവരും ഈ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ ആയിരിക്കില്ല. ഡിഫറെന്റ് ഒബ്സർവേഴ്സും ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. പക്ഷെ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഉള്ള ആൾക്കാർ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ടൈം എന്താണ്. ഒരു വഴി കൂടെ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ട്രാജക്ടറി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്നുള്ളത്. ഇനി ഇതിപ്പോ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇയാൾ ഇവിടെ എത്തുമ്പോൾ ഓക്കെ ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഈ വഴി കൂടെ കടന്നുപോയ പ്രോപ്പർ ടൈം എന്താണ്, ഈ ട്രജക്ടറിയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒബ്സർവർക്ക് ക്ലോക്ക് മാത്രം നോക്കിയാൽ മതി. കാരണം ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്പേസിൽ മൂവ് ചെയ്യുന്നില്ല. ഇയാളെ അപേക്ഷിച്ചുള്ള ഈ ക്ലോക്ക് മാത്രം നോക്കിയാൽ മതി. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 11 മണിക്ക് എത്തി, അപ്പോൾ 1 മണിക്കൂർ, അതാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർ ടൈം ഈ ബ്ലൂ ഒബ്സർവറിനും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വഴി കൂടെയുള്ള പ്രോപ്പർ ടൈം ബ്ലൂ ഒബ്സർവറിനും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഇയാൾ എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെയുള്ള മിങ്കോസ്കി തിയറി ഉപയോഗിക്കണം. അതായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇയാൾ ഈ ഗ്രീൻ ഷർട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർ ടൈം മെഷർ ചെയ്യാൻ സ്വന്തം ക്ലോക്ക് നോക്കിയാൽ മതി. അതേസമയം ഈ ബ്ലൂ ഷർട്ടുകാരൻ ഈ വഴി കൂടെയുള്ള പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോമിൽ ഉപയോഗിക്കണം. പക്ഷെ കിട്ടുന്ന റിസൾട്ട് ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ട്വിൻ പാരഡോക്സ് വരെ കവർ ചെയ്ത് കഴിഞ്ഞു. സ്പേസും അല്ല, ഈ ഇന്റർസ്റ്റെല്ലാറും ഈ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ വ്യത്യാസത്തിലേക്ക് വരാം. അതിന്റെ വ്യത്യാസം ഇന്റർസ്റ്റെല്ലാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മള് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്ത കാര്യം ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. അല്ല, അതിന്റെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള തിയറിയാണ്, ഐൻസ്റ്റൈന്റെ തിയറിയാണ്. അപ്പൊ ആ തിയറി പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ ജോമെട്രി ഉണ്ട്, നമ്മൾ ഈ എഴുതിയ ജോമെട്രി ഉണ്ടല്ലോ, ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ, ഇതല്ല സ്പേസ് ടൈമിന്റെ ആക്ച്വൽ ജോമെട്രി എന്നുള്ളതാണ്. ഗ്രാവിറ്റി ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആകുമ്പോഴുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. ഓക്കെ, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഗ്രാവിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, മാസീവ് ആയിട്ടുള്ള എനർജി ഉള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള ജോമെട്രി ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അതായത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജോമെട്രി ഓഫ് സ്പേസ് ടൈം ആണ്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പം ഒരു ഫ്ലാറ്റ് സ്പേസിൽ ഞാനെപ്പോഴും കാണുന്ന ഒരു അനാലജി ഉണ്ട്, ഒരു പരന്ന ബെഡ്ഷീറ്റിൽ ഒരു കല്ലിടുമ്പം ബെഡ്ഷീറ്റ് വളയുന്നത്. അതെ, ഏകദേശം അതേപോലെയാണ്. ഇപ്പൊ ഒരു ഹൈ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ആ സ്പേസ് ടൈം, അതായത് ബെഡ്ഷീറ്റ് ആണ് നമ്മൾ സ്പേസ് ടൈം ആയിട്ട് കാണുന്നെങ്കിൽ അതിലൊരു നല്ല കനവുള്ള സാധനം ഇടുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈം വലിയും. അതെ, അത് തന്നെയാണ്. അപ്പൊ അതില് ബെഡ്ഷീറ്റിന്റെ കാര്യത്തിൽ ഇത് വളയുന്നത് ഗ്രാവിറ്റി കാരണമാണ്. അതെന്തുകൊണ്ടാണ് ചോദിക്കായിരുന്നു. അനാലജി എന്ന് പറയുമ്പോൾ അതിന്റെ പരിമിതി ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വളയുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലെങ്കിൽ ഈ അനാലജി ഓക്കെയാണ്, ഇതേ ഐഡിയ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി പറയുന്നത് സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്ന് പറയുന്നത് മിങ്കോവ്സ്കി ജോമെട്രി ആണെന്ന് പറയുന്നത്, ഇതിനാണ് മിങ്കോവ്സ്കി ജോമെട്രി എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ആക്ച്വൽ ജോമെട്രി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഐൻസ്റ്റൈന്റെ ഇക്വേഷൻ, ഇതാണ് ഐൻസ്റ്റൈന്റെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഫേമസ് ആയിരിക്കില്ല, ഏറ്റവും ഫേമസ് ആയിരിക്കും, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ ഇത് ഒരു പോയിന്റിലുള്ള മാറ്റർ എനർജി കണ്ടന്റ്, അതാണ് ഈ ഒരു ഒബ്ജക്റ്റിലുള്ള, ഈ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിലുള്ള എത്ര മാറ്റർ എനർജി പ്രഷർ ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ജോമെട്രി കിട്ടും. ഓക്കെ,
ഗ്രാവിറ്റേറ്റിംഗ് ബോഡീസ് ഒന്നും ഓക്കെ. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിങ്കോസ്കി ജിയോമെട്രി കിട്ടും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് മിങ്കോസ്കി ജിയോമെട്രി ആയിരിക്കില്ല. കറക്റ്റ് ആയിട്ടുള്ള ജിയോമെട്രി കണ്ടുപിടിക്കാൻ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കോൺസിക്വൻസസ് നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്ട്സിന്റെ അടുത്ത് ഈ സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്ട്സിന്റെ അടുത്ത് ടൈം സ്ലോ ആകും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എഫക്റ്റ് ആണ് ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ കാണിക്കുന്നത്. അതെ, അപ്പം ടൈമിന് എഫക്റ്റ് ആകുന്ന ഒന്നിക്കിന് ഞാൻ സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോകണം. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് പോയാലും എൻ്റെ ട്വിൻസ് ഉണ്ട്, എൻ്റെ ഒരു ട്വിൻ്റെ നാട്ടിലുണ്ട്. ഞാൻ ഒന്നിക്കിൽ ജെറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രാവിറ്റി പ്ലാനറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ വയസ്സ് കുറവായിരിക്കും. അതെ അതെ. ഓക്കെ. ഇന്റർസ്റ്റെല്ലാറിൽ കാണിക്കുന്ന കുറെ ഡ്രമാറ്റിക് ആയിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഡ്രമാറ്റിക് ആയിട്ടുള്ള ടൈം ഡൈലേഷൻ എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വേണം. അതായത് ആ സിനിമയിൽ കാണിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രോട്ടഗോണിസ്റ്റിനെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കൊക്കെ വിടുന്നത്. അതെ അതെ. അത്ര എക്സ്ട്രീം ആണെങ്കിൽ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡിഫറൻസ് കാണണമെങ്കിൽ ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കൊക്കെ പ്രോട്ടഗോണിസ്റ്റിനെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ മകൾ മരണക്കിടക്കയിലാണ് പ്രായമായിട്ട്. അച്ഛന്റെ പ്രായം 5 വർഷം മറ്റോ 5 വയസ്സ് മറ്റോ കൂടിയിട്ടുള്ള ആള് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണല്ലോ. അതെ അതെ. ഓക്കെ. അപ്പൊ ഇന്റർസ്റ്റെല്ലാറിലെ സയൻസിൽ ശരിക്കും ലോകം അങ്ങനെയാണ്. ഇന്റർസ്റ്റെല്ലാർ പോലെയാണ് ലോകം കുറെയൊക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ. അപ്പൊ നമ്മളിപ്പം ലോകത്തിനെ കാണുന്നത് അപ്പൊ ഒരു 4D സ്പേസ് ടൈം പോലെയാണ് അല്ലേ? ഓക്കെ. അപ്പം ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ നൗ എന്ന് പറഞ്ഞ ഒരു സാധനം ലോകത്തില്ല. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ശരിയാണ്. അതെ, ഒന്ന് പറയാം. അത് നമ്മൾ ഇവിടെ നോക്കുകയാണ് മനസ്സിലായി. ഇതിപ്പോ നമ്മളിപ്പോ വേണമെങ്കിൽ ന്യൂട്ടനും ഐസക് ന്യൂട്ടനും വേണമെങ്കിൽ സ്പേസ് ടൈം എന്നുള്ള ഐഡിയ കണ്ടുപിടിക്കാമായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. 4 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ ഇവിടെ ഈ ആക്സിസിൽ ടൈം ആണുള്ളത്, ഈ ആക്സിസിൽ സ്പേസ് ആണ്. ഈ 2 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈമിൾട്ടേനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ പ്ലെയിനിൽ നടക്കുന്ന ഇവന്റ്സ് എല്ലാം സൈമിൾട്ടേനിയസ് ആണ്. ഈ പ്ലെയിനിൽ നടക്കുന്ന ഇവന്റ്സ് എല്ലാം തന്നെ സൈമിൾട്ടേനിയസ് ആണ്. ഇത് 10 മണിക്ക് ഇവിടെ ഒരു ഇവന്റ് ഉണ്ട്, ഇത് 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്. അങ്ങനെ ഒരേ സമയത്ത് നടക്കുന്ന ഇവന്റുകളുടെ, ഒരേ സമയത്തുള്ള ഇവന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത്. അല്ലെ, ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ ഈ സൈമിൾട്ടേനിറ്റി എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് 2 ഇവന്റ്സ് സൈമിൾട്ടേനിയസ് ആണെന്ന് ഒരു ഒബ്സർവർ പറയുമ്പോൾ വേറെ ഒബ്സർവർ പറയും അത് സൈമിൾട്ടേനിയസ് അല്ല എന്ന്. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് ഒരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് നോക്കാം അല്ലേ? അതിതാണ് ട്രെയിൻ വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യാണ്. ഇതിന്റെ എക്സാക്ട്ലി നടുക്ക് ഒരു ലൈറ്റ് ബൾബ് ഉണ്ട്. ഓക്കെ. ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എല്ലാ ഒബ്സർവറും, ട്രെയിനിന്റെ ഉള്ളിൽ ഒരു ഒബ്സർവർ ഉണ്ട്, പുറത്തൊരു ഒബ്സർവർ ഉണ്ട്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്ന എല്ലാ ഒബ്സർവറിനും ലൈറ്റിന്റെ സ്പീഡ് സെയിം ആണെന്നുള്ളതാണ് അല്ലേ? അപ്പൊ ട്രെയിനിന്റെ ഉള്ളിലുള്ള ആൾ നോക്കുമ്പോൾ ഇയാൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. ട്രെയിനിന്റെ ഉള്ളിലുള്ള ആൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ലൈറ്റ് സി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ലൈറ്റ് ഈ 2 എൻഡ്സിൽ എത്തുന്നു ഒരേ സമയത്താണ്. ബാക്ക് ഫ്രണ്ട് എൻഡിൽ എത്തുന്നു ഒരേ സമയത്താണ്, സൈമിൾട്ടേനിയസ് ആണ് അല്ലേ? അതേസമയം നമ്മൾ പുറത്തുള്ള ആളുടെ വ്യൂ പോയിന്റ് നോക്കുക. പുറത്തുള്ള ആൾ നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ ഒരു ലൈറ്റ് ബൾബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രെയിനിന് വി എന്നുള്ള സ്പീഡ് ഉണ്ട്, ലൈറ്റ് സി എന്നുള്ള സ്പീഡ് മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത്. പുറമേ നിന്നുള്ള ആൾ നോക്കുമ്പോൾ ഈ ലൈറ്റ് ബീം ഈ ഫ്രണ്ട് ഭാഗം ലൈറ്റ് ബീമിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്പീഡ് സി തന്നെയാണ്, അതിന് മാറ്റില്ല. ഇത് പുറമേ നിന്നുള്ള ആളുടെ വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഈ ലൈറ്റ് ബീം ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും ഈ ട്രെയിൻ കൂടുതൽ ഈ ഫ്രണ്ട് കുറെ ഭാഗം മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ. അതേസമയം ഈ പുറകോട്ട് പോകുന്ന ലൈറ്റ് ബീം നോക്കുകയാണെങ്കിൽ ഈ ട്രെയിനിന്റെ ബാക്ക് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ ബാക്ക് ലൈറ്റ് ബീമിനോട് അടുത്ത് വരുന്നുണ്ട് അല്ലെ? അതായത് പുറമേ നിന്നുള്ള ആൾ നോക്കുമ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ബാക്കിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ്. പിന്നെ ലൈറ്റിന്റെ സ്പീഡിന് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്നുള്ള ആൾ കാണുക
ഈ ലൈറ്റ് ആദ്യം ബാക്കിലെത്തും, അത് കഴിഞ്ഞ് ഫ്രണ്ടിലെത്തും എന്നുള്ളതാണ്. അപ്പൊ സൈമിൾട്ടേനിയസ്, അതായത് ട്രെയിനിലുള്ള ആളെ അപേക്ഷിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള 2 ഇവന്റ്സ്, ഒരേ സമയത്തുള്ള 2 ഇവന്റ്സ് എന്ന് പറയുന്നത് പുറമെയുള്ള ആളെ അപേക്ഷിച്ച് ഒരേ സമയത്തല്ല. അത് സൈമിൾട്ടേനിറ്റി റിലേറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പൊ പ്രസന്റ് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ കളക്ഷൻ ആണെങ്കിൽ, ട്രെയിനിലുള്ള ആള് പ്രസന്റ് എന്ന് പറയുന്ന ഇവന്റ്സിനെ അല്ല പുറമെയുള്ള ആള് പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഇരിക്കാണ്, എന്റെ മുമ്പിൽ ഒരു പട്ടി കുറച്ചു, സൈഡിൽ ഒരു പ്ലേറ്റ് വീണ് പൊട്ടി. എനിക്ക് ചിലപ്പം അത് ഒരേ സമയത്ത് നടന്നു എന്നാണ് തോന്നാം. പക്ഷെങ്കിൽ ഒരു വളരെ അതാണ് തീരുമാനിക്കാം. അതെ. അപ്പൊ എന്റെ പ്രസന്റ് മൂമെന്റിൽ ഈ പട്ടി കുരക്കുന്നതും പ്ലേറ്റ് വീണ് പൊട്ടുന്നത് രണ്ടും ഉണ്ട്. പക്ഷെങ്കില് വേറൊരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പം പട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ് പൊട്ടിയത് എന്ന് തോന്നാം. അയാൾ അങ്ങനെയാണ് മെഷർ ചെയ്യുക. ഒരേ സമയത്ത്. അതെ, അങ്ങനെ. അതെ, അയാൾ മെഷർ ചെയ്യുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം പട്ടി ആദ്യം കുരച്ചു, എന്നിട്ട് പ്ലേറ്റ് പൊട്ടി, എന്നിട്ട് ഞാനത് കണ്ടു. അതെ, അങ്ങനെയായിരിക്കും. പക്ഷെ വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരാൾക്ക് ചിലപ്പം ആദ്യം പ്ലേറ്റ് പൊട്ടി, പിന്നെ പട്ടി കുരച്ചു, അങ്ങനെ ആയിരിക്കുന്നു. ആ ഓർഡറിലാണ് സംഭവങ്ങൾ നടന്നതെന്ന് തോന്നുക. എക്സാക്ട്ലി അത് തന്നെ. ഓക്കെ. അപ്പം സമയം വളരെ എന്താ പറയാ, പോകുന്ന സ്പീഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഓർഡറിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ആ മെഷർ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നാൻ തുടങ്ങി. അതെ അതെ. ഓക്കെ. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. നൗ എന്നുള്ളൊരു സാധനം ഇല്ല. ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസിൽ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സ് ഡിഫറെന്റ് ആയിരിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ സൈമിൾട്ടേനിറ്റി റിലേറ്റീവ് ആണെന്നുള്ളതാണ്. അതെ, അപ്പൊ എല്ലാവർക്കും ഒരേ ഓർഡറിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതെ അതെ. നമ്മളെല്ലാരും തൽക്കാലം ഈ എർത്തിൽ എല്ലാവരും ഒരേ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ഏകദേശം ഒരേ സ്പീഡിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരേ ഓർഡറിലാണ്. അതായത് പ്ലേറ്റ് പൊട്ടി, അത് കഴിഞ്ഞിട്ട് പട്ടി കുരച്ചു എന്നൊക്കെ തോന്നുന്നത് നമ്മളെല്ലാരും ഒരേ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഉള്ളതുകൊണ്ടാണ്. വളരെ ലൈറ്റ് സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പം പട്ടി കുറച്ചതിന് ശേഷമായിരിക്കും പ്ലേറ്റ് പൊട്ടുക. അതെ അതെ. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് എന്താ ഒരു ബ്ലോക്ക് ആയിട്ട് കാണുന്നത് നമ്മൾ യൂണിവേഴ്സിനെ, അല്ലെങ്കിൽ ഒരു സ്പേസ് ടൈം ബ്ലോക്ക് എന്നുള്ള രീതിയിൽ കാണുന്നു. അതിൽ ഓരോ ആൾക്കും ഓരോ നൗ മൊമെന്റ്സ് ഉണ്ട്. ആ സ്ലൈഡ് ഉണ്ടോ? അങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടോ? ഇല്ല, പക്ഷെ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ക്ലിയർ ആക്കാം. അപ്പൊ ഇവിടെ നമ്മള് റിലേറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ സ്പേസ് ടൈം, അല്ലെങ്കിൽ സ്പേസ് ടൈമിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് കോൺ എന്ന് പറയുന്ന സാധനമാണ്. ലൈറ്റ് കോൺ. ഓക്കെ, അതായത് ഒരു ഇവന്റ് ആണ്. അപ്പൊ ഈ ഇവന്റിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ് റേസ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിന്റെ വേറൊരു കോൺസിക്വൻസ് ആണ് ലൈറ്റിന്റെ സ്പീഡിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. ലൈറ്റിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ ട്രാവൽ ചെയ്ത് ലൈറ്റിന്റെ സ്പീഡിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ സി തന്നെയാണ് മെഷർ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ലൈറ്റിന്റെ സ്പീഡിനോട് അപ്രോച്ച് ചെയ്താലും നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിനെ മറികടക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ യൂണിവേഴ്സില് സ്പേസ് ടൈമില് ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഈ സ്പീഡ് ലിമിറ്റ്, ഒരു മാക്സിമം സ്പീഡ് ഉണ്ട്. ഈ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് കടന്നു പോകുന്ന പുറത്തേക്ക് പോകുന്ന ലൈറ്റ് റേസ് എടുക്കുക. ഇത് ആണ് ലൈറ്റ് കോണിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഈ പോയിന്റിലേക്ക് വരുന്ന ലൈറ്റ് ബീംസ് എടുക്കുക. ഇത് ലൈറ്റിന്റെ വേൾഡ് ലൈൻ ആണിത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് ലൈറ്റ് കോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവന്റ് എക്സ് ഉണ്ട്, അതിന്റെ പാസ്റ്റ് ഉണ്ട്. ഈ പാസ്റ്റ് അബ്സല്യൂട്ട് ആണ്. ഓക്കെ, ഇതിനെ അബ്സല്യൂട്ട് പാസ്റ്റ് എന്ന് പറയും. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗത്തിന് ഇതിനെ അബ്സല്യൂട്ട് ഫ്യൂച്ചർ എന്ന് പറയും. കാരണം ലൈറ്റിന്റെ സ്പീഡ് എല്ലാ ഒബ്സർവേഴ്സിന് സെയിം ആണല്ലോ. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇവന്റ്സ് ആണെങ്കിൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യും ഈ ഇവന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഇവന്റുകളെല്ലാം സംഭവിച്ചെന്നുള്ളത്. അതുപോലെ ഇതിന്റെ ഉള്ളിലുള്ള ഇവന്റ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യും ഈ എക്സ് ഇവന്റിന് മുൻപാണ് ഈ ഇവന്റുകളെല്ലാം നടന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ നമ്മളൊരു ഇവന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഇവന്റിന്റെ കാര്യത്തിൽ ചിലർ പറയും ഇത് സൈമിൾട്ടേനിയസ് ആണ്, വേറെ ആൾക്കാർ ഇത് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്, വേറെ ആൾക്കാർ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയും. അതായത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ച് നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് പറയാൻ കഴിയും ഒരു സെൻസിൽ. ഓക്കെ, പക്ഷെ അബ്സല്യൂട്ട് അല്ലാത്ത ഫ്യൂച്ചർ ഉണ്ട്. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ എക്സിന്റെ
ഫ്യൂച്ചർ ആണെന്ന് പറയുന്ന ഒബ്സർവർ ഉണ്ടാവും, എക്സിന്റെ പാസ്റ്റ് ആണെന്ന് പറയുന്ന ഉം. ഒബ്സർവർ ഉണ്ടാവും, എക്സുമായിട്ട് സൈമിൾട്ടേനിയസ് ആണെന്ന് പറയുന്ന ഒബ്സർവർ ഉണ്ടാവും. ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് ഓക്കെ. കോണിൽ അപ്പം അപ്പം പക്ഷെ ഇതിന്റെ എന്താ പറയാ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര വിയേർഡ് ആൻഡ് കാരണം എനിക്ക് പാസ്റ്റ് ആണെന്ന് എന്റെ പാസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അത് ഫ്യൂച്ചറിലാണെന്ന് തോന്നാം, അവരുടെ ഫ്യൂച്ചറിലാണെന്ന്. അതെ, ഇവിടെ നടക്കുന്ന ഈ ലൈറ്റ് കോണിന്റെ അതെ പുറത്തുള്ള ഇവന്റ്സ് ആണെങ്കിൽ അതെ. അപ്പം ആ, ഈ നേരത്തെ ആ പട്ടി ഒരുക്കുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉം, ചിലപ്പം പട്ടി ഈ, ഒരു 5 മിനിറ്റ് മുമ്പാണ് കുരച്ചത്. എന്റെ അതെ, പാസ്റ്റിലാണ് ആ പട്ടിന്റെ കൊര. പക്ഷെങ്കിൽ ഉം, വേറൊരാൾക്ക് തോന്നുന്നത് ഈ പട്ടി ഇനി ഫ്യൂച്ചറിലാണ് കുരക്കാൻ പോകുന്നത് എന്ന്. അതെ, അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് വ്യത്യാസം ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ അതെ, അതെ. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അങ്ങോട്ട് അലിഞ്ഞു പോകാൻ തുടങ്ങുന്നുണ്ട്. കുറെയൊക്കെ മെൽറ്റ് അവേ ചെയ്യുന്നുണ്ട്. ഒരു സെൻസിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, കാരണം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാം എക്സിന്റെ പാസ്റ്റ് ആണെന്നുള്ള എല്ലാവരും എഗ്രി ചെയ്യും. അതെ, ആ ഇതിന്റെ ലൈറ്റ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അകത്തുള്ള ആൾക്കാരൊക്കെ അഗ്രിമെന്റിലാണ്. അതെ, അതെ. പക്ഷേ അതെ, പക്ഷെ അബ്സല്യൂട്ട് ലൈറ്റ് കൊണ്ട് പ്രസന്റ് പുറത്തും പറഞ്ഞ ആൾക്കാരുണ്ട്. സാധനമില്ല. അതെ, ആ അബ്സല്യൂട്ട് അതെ. പാസ്റ്റും ഉണ്ട്, അപ്പം അബ്സല്യൂട്ട് ഈ ഫ്യൂച്ചറും ലൈറ്റ് ഉണ്ട്. പ്രസന്റ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ തന്നെ പ്രസന്റിസം എന്നുള്ള ആബ്സൊല്യൂട്ട്. കോൺസെപ്റ്റ് അപ്പൊ ഈ പ്രസന്റ് എന്നുള്ള ഒരു മൊമെന്റ്, സ്പെഷ്യൽ മൊമെന്റ് ഈ ലോകത്തില്ല. ഇല്ല. പ്രസന്റ് ഓരോ ആൾക്കാരും അവരവരുടെ സ്പീഡും ഗ്രാവിറ്റിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർക്കൊരു പ്രസന്റ് ഉണ്ട്. അതെ, 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 അപ്പൊ ആ പ്രസന്റ് ചിലപ്പോ എന്റെ ഫ്യൂച്ചർ ആയിരിക്കാം. അതെ. അപ്പൊ എനിക്ക് അബ്സല്യൂട്ട് പ്രസന്റ് ഫ്യൂച്ചറിലാണെന്ന് തോന്നുന്ന ഇവന്റ്സ് ആയിരിക്കാം ചിലപ്പം അവരുടെ പ്രസന്റിലുള്ളത്. അതെ, അതെ. അപ്പൊ അതുകൊണ്ട് പ്രസന്റ് മാത്രമാണ് റിയൽ ക്രിയേറ്റ് എന്നുള്ള ഒരു ചെയ്യും. ഫിലോസോഫിക്കൽ വ്യൂ പോയിന്റ് ഇതുമായിട്ട് അത്ര ചേർന്ന് പോകുന്നില്ല. ബുദ്ധിമുട്ടാണ് ഇതുമായിട്ട് കൺസിസ്റ്റന്റ് ആക്കാൻ. അതെ അതെ കാരണം അതെ. കാരണം അപ്പൊ ഇത് ശരിയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഉറപ്പാണ് എന്റെ പാസ്റ്റ്, എനിക്ക് ഓൾറെഡി പാസ്റ്റില് നടന്നു കഴിഞ്ഞു എന്ന് തോന്നുന്ന ഐറ്റംസ് ചില ആൾക്കാർക്ക് ഇപ്പൊ നടന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ നൗ എന്ന് അതെ, പറഞ്ഞ ഒരു സാധനം ഓൾറെഡി പോയി. ഈ ലോകത്തൊരു നൗ ഇല്ല. എന്റെ പാസ്റ്റ് ഇല്ല. ആണ് വേറൊരാളുടെ ഇപ്പത്തെ നൗ. അതെ, അതെ, എക്സാക്ട്ലി അതാണ്. അതെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തപ്പോ ഒരു വ്യൂ നമ്മള് എന്താ പറയുക യൂണിവേഴ്സിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ആയിട്ട് യൂണിവേഴ്സ് പിക്ചർ ആണ് കിട്ടുക. അതെ, അതെ. ഇപ്പൊ അല്ലേ? അതെ, ആ, അതിൽ ഓരോ ആൾക്കാർ തന്നെ ആവും, ഓരോ സ്ലൈസ് ടൈം സ്ലൈസ് പോലെ അതെ, ആംഗിള് വ്യത്യാസം ഉണ്ടാവും. ഓരോ അധികം ഈ ടൈമിന്റെ വീഡിയോസിലെല്ലാം കാണുന്ന ഒരു അനാലജി ആൻഡ് ഇതാണ് ഒരു ആ, ബ്ലോക്ക് യൂണിവേഴ്സ്. അത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം അതെ. ഇൻ സം സെൻസ് എക്സിസ്റ്റിംഗ് ആണ്. അത് നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലെല്ലാം ഇടും. അത് ടൈമും ഉണ്ട്, സ്പേസും ഉണ്ട്. യൂണിവേഴ്സിന്റെ ഫുൾ ഹിസ്റ്ററി ഉം. ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇത് ഏത് ഒന്ന് മറ്റൊന്നിനേക്കാൾ റിയൽ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രസന്റ് ഒരു പോയിന്റ് ആയിരിക്കും. അതെ. പക്ഷെ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൊത്തം സ്പേസ് ടൈമിൽ നോക്കുമ്പോൾ ഒരു ഇവന്റ് മാത്രമാണ്. ഇങ്ങനെ ഫുൾ യൂണിവേഴ്സിന്റെ ഉം. ഹിസ്റ്ററി നമുക്ക് ഈ സ്പേസ് ടൈം ഡയഗ്രത്തിൽ ഇടാം. ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് അതെ. ആയിരിക്കും, ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ആയിരിക്കും, ചിലത് ഒരാളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും ഉം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാറി വരാം. അപ്പോൾ റിയൽ അതെ. ആയിട്ടുള്ളത് ഈ ഫുൾ അതെ. ബ്ലോക്ക് ആണ്. അതെ അതിപ്പോ അതെ. അപ്പം ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റാറ്റിക് ബ്ലോക്ക് ആണ്. അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇവന്റ്സ് എല്ലാം ഇങ്ങനെ എന്താ പറയാ ഒരു ബുക്ക് പോലെ. പേജ് അതെ, നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പേജ് നമ്പർ അതെ, 100 വരെ ഉണ്ട്. അതിലേക്കൂടി ഒരു സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പേജ് അതെ, നമ്പർ 1ഉം റിയൽ ആണ്. ഞാനിപ്പം ഉം, വായിച്ച് പേജ് നമ്പർ 10 ആണ് എത്തിയതെങ്കിൽ ഓക്കെ, അതാണ് എന്റെ നൗ. അത് അതെ, കഴിഞ്ഞിട്ട് ഫ്യൂച്ചറും ഉണ്ട്. പക്ഷെ എല്ലാം അതെ. ഇൻ സം സെൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബുക്കിൽ എല്ലാ പേജും എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ. എല്ലാം റിയൽ ആണ്. എവറിത്തിങ് ഇസ് റിയൽ. നമ്മൾ എല്ലാം പാസ്റ്റും റിയൽ ആണ്. എല്ലാം റിയൽ ആണ്. ദീസ് ആർ ജസ്റ്റ് ഉം. ഇവന്റ്സ് ഇൻ ദ എൻറ്റയർ സ്പേസ് ടൈം. അതെ. അത്രേ ഉള്ളൂ. എല്ലാം റിയൽ ആണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ ഉം. റിയൽ ആണെന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും റിലേറ്റിവിറ്റി തരുന്നില്ല. അതെ. ഈ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. ഞാൻ ആ പേജ് മറിച്ച് കഴിഞ്ഞാൽ ആ പേജ് ഇല്ലാണ്ടായി പുതിയൊരു പേജ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതെ, പറയേണ്ട ആവശ്യമില്ല. കാരണം ബുക്ക് മൊത്തം ഉണ്ട്. ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് പേജുകൾ മറിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് വേണ്ടത്. അതെ, അതെ. അങ്ങനെ ഒരു വ്യൂയിലേക്കാണ് ഉം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള എക്സ്റ്റൻഷൻ വരുന്നത്. മറിച്ചും കൊണ്ടുവരാമായിരിക്കും, അതെ. പക്ഷെ ഏറ്റവും നാച്ചുറൽ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന് ഫോളോ ചെയ്യുന്ന വ്യൂ ഈ ബ്ലോക്ക് യൂണിവേഴ്സ് പെർസ്പെക്റ്റീവ് എന്നുള്ള വ്യൂ ആണ്. അതെ. ഓക്കെ. അപ്പം ഇവിടെ അപ്പൊ ഒരു മിസ്റ്ററി നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ ടൈമിൽ നമ്മളെ ടൈം ഫിനിഷ് ആവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ടൈമിന്റെ എന്താ പറയാ
പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതിനെല്ലാം ഒരു എന്താ പറയുക ഈക്വൽ റിയാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണ്ട്. പക്ഷെ ഇതല്ലാത്തൊരു ഫീച്ചറും കൂടി ഉണ്ട് ടൈമിന്. അതായത് നമ്മൾ പേജ് മറിക്കുന്നുണ്ട്. നമ്മൾ പേജ് നമ്പർ 1 തൊട്ട് 100ലേക്കാണ് മറിക്കുന്നത്. പക്ഷെ നമ്മൾ ലോകം പോകുന്നതും ഏകദേശം അതേപോലെയാണ്. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെയാണ് നമ്മളെ ലോകവും പോകുന്നത്. പേജ് നമ്പർ 1 മുതൽ 100 വരെ മറിയാണ് നമ്മൾ. പക്ഷെങ്കിൽ ഇതേ ബുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ 100 ബാക്കോട്ടേക്കും മറിയാം. വേണമെങ്കിൽ റിവേഴ്സിലും നമുക്ക് മറിക്കാമായിരുന്നു. ബുക്കാണല്ലോ, ബുക്ക് എങ്ങനെ വേണമെങ്കിലും മറിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല കാണുന്നത്. നമ്മളെ ലോകം പേജ് നമ്പർ 1 to 100 ആണ് പോകുന്നത്. ഇതൊരു ആഡഡ് മിസ്റ്ററി ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്ററി അല്ല, ഇതൊരു എക്സ്ട്രാ ഒരു മിസ്റ്ററി ആണ്. പേജിന്റെ മറിയുന്നത്, അതെ, പേജ് മറിയുന്നത്. നമ്മൾ പേജസ് ഉണ്ട് എന്നുള്ള കാര്യം അഗ്രിമെന്റിലെത്തി. ഈ പേജസ് മറിയുന്ന ഈ ഓർഡർ, ഇതൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന് റിലേറ്റിവിറ്റി ആൻസർ ചെയ്യാത്തല്ല, റിലേറ്റിവിറ്റി ആശ്രയിച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നില്ല. സ്പേസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്റേതായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് പാസ്റ്റ് കഴിഞ്ഞ് ഫ്യൂച്ചർ വരുന്നു, അല്ലെ പാസ്റ്റ് കഴിഞ്ഞ് പ്രസന്റ് വരുന്നു, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ വരുന്നു എന്നുള്ള ചോദ്യത്തിന് റിലേറ്റിവിറ്റി ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. റിലേറ്റിവിറ്റി അല്ല, ഫണ്ടമെന്റൽ തിയറീസ് ഒന്നും തന്നെ ആക്ച്വലി പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് പിന്നൊരു വീഡിയോത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 2 hours ആയി. കാണുന്ന ആൾക്കാരും അത്യാവശ്യം കിളി പോയിട്ടിരിക്കുകയായിരിക്കും ഇത്രയും കാണുമ്പോ തന്നെ. അപ്പൊ നമുക്ക് ആ ചോദ്യം വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലെ? ചോദ്യം മാത്രം പറഞ്ഞിട്ട്. അതെ, ചോദ്യം മാത്രം. അപ്പൊ നമുക്ക് ചോദ്യം. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കുള്ള ഇൻറ്റ്യൂഷൻ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ ടൈം ഫ്ലോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഡ്സ് കാണാം. ഓക്കെ, അപ്പൊ ഇത് നെറ്റിൽ നിന്ന് എടുത്ത റാൻഡം ആയിട്ടുള്ള കോട്ടാണ്. ടൈം ഫ്ലോസ് അവേ ലൈക്ക് ദ വാട്ടർ ഇൻ ദ റിവർ. കൺഫ്യൂഷ്യസിന്റെ പേരിലാണ് ഞാൻ ഈ കോട്ട് കണ്ടത്. ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്താണ്. പക്ഷെ ശരിയാണോന്ന് എനിക്കറിയില്ല, ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സമയത്തിനൊരു ഒഴുക്കുണ്ട് എന്നുള്ളത്. പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഒഴുക്കുണ്ട് എന്നുള്ളത്. ഈ ഫീലിംഗ് എവിടെ നിന്ന് വരുന്നതാണ്. നമ്മൾ സ്പേസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നമ്മളിപ്പോ സ്പേസിനെയും ടൈമിനെയും കമ്പൈൻ ചെയ്ത് സ്പേസ് ടൈം ആക്കി. സ്പേസിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു ഒഴുക്കിനെ കുറിച്ച്, ഒരു ഡയറക്ഷനാലിറ്റിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒരു പ്രിഫേർഡ് ഡയറക്ഷനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ടൈമിന്റെ പോക്ക്, ടൈമിന് ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമുക്കിനി ആൻസർ ചെയ്യേണ്ട ചോദ്യം. ഏറെക്കുറെ അതിന്റെ ആൻസർ നമുക്കറിയാം. അതൊരു പക്ഷേ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതിന് പ്രത്യേക സമയം. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോൺസെപ്റ്റും ടോപ്പിക്കും ആണല്ലോ. അപ്പൊ ആൾക്കാർ ഇതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടും വരട്ടെ. അതാണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം ഇൻ സം സെൻസ് റിയൽ ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി പാസ്റ്റിന്ന് പ്രസന്റിന്ന് ഫ്യൂച്ചറിലേക്കാണ് ടൈമിന്റെ ഒഴുക്ക്. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പം ഫീലിംഗ് ടൈമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. അതെ, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ക്വസ്റ്റ്യൻ അല്ലെ? എന്തുകൊണ്ടാണ് ഒരു ഒഴുക്കുള്ളത് ടൈമിന്? അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം റിലേറ്റിവിറ്റിയിൽ എവിടെ അങ്ങനെ പറയുന്നില്ല, ഒരു കോർഡിനേറ്റ് ആണെന്നാണ് പറയുന്നത്. അതിലെവിടെ ഇങ്ങനെ ഒഴുക്കിനെ കുറിച്ച് പറയുന്നില്ല. ബട്ട് വൈ ഡു വി ഫീൽ ദാറ്റ് ദെയർ ഈസ് എ ഫ്ലോ ഓഫ് ടൈം എന്നുള്ളതാണ്. കാരണം സ്പേസിന് ഒരു ഒഴുക്കൊന്നുമില്ല. കാരണം കോഴിക്കോട് നിന്ന് കണ്ണൂരും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എല്ലാം ഒരേപോലെയാണ്. ടൈമിന് മാത്രമേ നമ്മൾ ഈ ഒഴുക്ക് കാണുന്നുള്ളൂ. അതെ, നമ്മൾ പറയുന്നില്ല സ്പേസ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കാണ് സ്പേസ് പോകുന്നത് നമ്മൾ പറയുന്നില്ല. നമ്മൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കാണ് ടൈം പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തോ ഒരു ഈ സ്പേസും ടൈമും ഒരേപോലെ ആണെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സെൻസിൽ എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പേസ് ടൈം കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. അതായത് ടൈമിന് ഒരു ആരോ ഓഫ് ടൈം ഉണ്ട്. ആരോ ഓഫ് ടൈം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു, വേർ ഡസ് ദിസ് ആരോ ഓഫ് ടൈം കം ഫ്രം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ടൈമിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല തിയറിയിൽ ഈ ആരോ ഓഫ് ടൈമിനെ കുറിച്ചൊന്നും പറയാത്തത്? അത് പിന്നെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ബട്ട് ഇറ്റ് കംസ് ഫ്രം എൻറ്റയർലി ഡിഫറെന്റ് തിങ്. ഇറ്റ്സ് നോട്ട് എനിത്തിങ് ഫണ്ടമെന്റൽ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം അല്ലേ? അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ സെബാസ്റ്റ്യൻ, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. വീണ്ടും വരേണ്ടി വരും. അപ്പൊ ഒരു വരവ് കൂടി വരേണ്ടി വരും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ താങ്ക്സ്.